മുന്നോട്ടുള്ള ദൈവവചന ധ്യാനത്തിനായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. 1 Corinthians chapter 3 verse 10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ അവിടുത്തെ വചനവുമായി ഞങ്ങൾ ഇരിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് അങ്ങ് അറിയുന്നു. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അങ്ങയുടെ ചുറ്റും ഞങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. എന്നും നിലനിൽക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ പണിയുകയാണ്, നമ്മുടെ ജീവിതം പണിയുകയാണ്. ഒരു കുഞ്ഞിന് ഓർമ്മ വെച്ച നാളെ മുതൽ മുന്നോട്ട് നോക്കുമ്പോൾ, ആ കുഞ്ഞിനെ ഭവനത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ, സ്കൂളിലേക്ക് അയക്കുമ്പോൾ, ചുറ്റുപാടും ആ കുഞ്ഞ് കാണുന്ന പലതിൽ നിന്നും പലതും പഠിച്ച് അത് തൻ്റെ ജീവിതത്തെ പണിയുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള പണികളാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 താൽക്കാലികമായ ഒരു പണി, 2 നിത്യമായി നിലനിൽക്കുന്ന ഒരു പണി. നാം തിരിച്ചറിയണം താൽക്കാലികം ഏതാണെന്നും നിത്യമായി നിലനിൽക്കുന്നത് ഏതാണെന്നും. അതല്ല എങ്കിൽ നമുക്കങ്ങനെ 2 തരത്തിലുള്ള പണിയിൽ വിജയിക്കാനായിട്ട് കഴിയുകയില്ല. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പണി മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ. കാരണം രണ്ടാമതൊരു പണിയെക്കുറിച്ച്, ദ സെക്കൻഡ് വേ ഓഫ് ബിൽഡിംഗ് ഹിസ് ലൈഫ് ഈസ് നോട്ട് നോൺ ടു ഹിം. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും നോക്കിക്കേ, അത് ഒരേ ഒരു പണിയേ ചെയ്യത്തുള്ളൂ, ഈ ലോകത്തിലേക്കുള്ളത്. കുറച്ചു മുമ്പ് കേട്ടതുപോലെ ഒരു പക്ഷി തനിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കുന്നു. എ ബേർഡ് ഈസ് മേക്കിംഗ് എ നെസ്റ്റ് ഫോർ ഇറ്റ്, ആൻഡ് ദ ബേർഡ് ഡസൻറ്റ് നോ ദാറ്റ് നെസ്റ്റ് ഈസ് മെയ്ഡ് ജസ്റ്റ് ഫോർ എ സ്മോൾ വൈൽ. ഒരു സ്മോൾ ടൈമിലേക്കാണെന്നുള്ളത് ആ പക്ഷിക്ക് അറിയത്തില്ല കേട്ടോ. അതതിൻ്റെ മുട്ടയിട്ടു, ഇറ്റ് ലേസ് ഇറ്റ്സ് എഗ് ആൻഡ് ബ്രിങ് ഫോർത്ത് ചിൽഡ്രൻ, ആൻഡ് ദ ചിൽഡ്രൻ ഗോ അവേ ആൻഡ് ദ നെസ്റ്റ് ഈസ് forsaken. It abandons its nest. And next time when it is about to lay its egg again, and it thinks of another nest and it makes another nest. ഒരു പക്ഷിയുടെ ജീവിതത്തിൽ മുമ്പേ കേട്ടതുപോലെ അത് ഒത്തിരി പാടുപെട്ട ഒരു കൂടുണ്ടാക്കുന്നത്. പക്ഷേ ആ കൂട് എത്ര ദിവസം അത് ഉപയോഗിക്കും? അതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് വരെ. കുഞ്ഞുങ്ങൾക്ക് പാകമാകുമ്പോൾ അത് പറന്നു പോകും. ആ പക്ഷി തൻ്റെ കൂട് ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോകും. അടുത്ത പ്രാവശ്യം വീണ്ടും മുട്ടയിടാൻ നേരം അത് പാടുപെട്ടൊരു കൂടുണ്ടാക്കും. പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നാം ഉണ്ടാക്കുന്ന കൂട് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു കൂടാണെന്ന് ഗ്രഹിക്കുവാൻ തക്കമുള്ള ബുദ്ധി മനുഷ്യരിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 2 തരത്തിലുള്ള പണിയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. തൻ്റെ പണിയെക്കുറിച്ച്, തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിൽ, സമയത്തിൽ, ദിവസങ്ങളിൽ, വർഷങ്ങളിൽ താൻ 2 തരത്തിലുള്ള പണി ചെയ്യണം. നമ്മളൊന്ന് നോക്കിയേ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെ നമ്മൾ അധ്വാനിക്കുക. കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തിന്? ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എങ്ങനെങ്കിലും ഈ ജീവിതം ഒന്ന് പണിതെടുക്കണമെന്ന്. എത്ര നാളത്തേക്ക്? ഹല്ലേലൂയ! എത്ര നാളത്തേക്ക്? കുറച്ച് നാളത്തേക്ക് മാത്രം. പലരുടെയും പണി പകുതിയാകുന്നതിന് മുമ്പ് അവർക്ക് ഇട്ടിട്ട് പോകേണ്ടി വരുന്നുണ്ട്. ചിലരുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത പണിയെക്കുറിച്ചൊന്ന് ആസ്വദിക്കുവാനോ വിശ്രമിക്കുവാനോ കഴിയുന്നതിന് മുമ്പ് തൻ്റെ അധ്വാനമെല്ലാം വിട്ടുകളഞ്ഞിട്ട് പോകാറുണ്ട്. സഹോദരങ്ങളെ, എന്നാൽ രണ്ടാമതൊരു പണിയുണ്ട്. എന്താണെന്നറിയാമോ? നിത്യമായി നിലനിൽക്കുന്ന ഒരു പണി, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു കൂട്, നിത്യമായ ഒരു കൂട്. ഹല്ലേലൂയ! ഇവിടെ നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗം അതുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇന്നത്തെ പകൽക്കാലം ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരുമേ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഏതിനാണ് സമയം കൂടുതൽ മുടക്കുന്നത്, ഏതിനാണ് നിങ്ങളുടെ അധ്വാനം പ്രയോജനപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. താൽക്കാലികമുള്ള, ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട്, ചുരുക്കം നാളുകളിലേക്ക് നിലനിൽക്കുന്ന ഒരു പക്ഷിക്കൂടിന് വേണ്ടിയാണോ, അതോ നിത്യമായി നിലനിൽക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ ഭവനമാണോ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അത് മാത്രമല്ല, നമ്മുടെ തലമുറയെ നാം അഭ്യസിപ്പിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഈ രഹസ്യം ഇവരോട് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞെ, ഈ കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള ടെമ്പറലായിരിക്കുന്ന, വെറും വിസിബിൾ ആയിരിക്കുന്ന കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള ഒരു പണിക്ക് വേണ്ടി നിന്റെ ഊർജം കളയാതെ, നിന്റെ റിസോഴ്സസ് കളയാതെ, നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി നീ പണിയുവാനായിട്ട് നിനക്ക് ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ് നീ ഉപയോഗിക്കണം, ടൈം നീ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ വചനത്തിലേക്കൊന്ന് കടന്നു വന്നേ. ഇവിടെ അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സഭയുടെ പണിയെക്കുറിച്ചാണ് ഈ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയുടെ പണിയിൽ നമ്മൾ എങ്ങനെ ഉപകരിക്കപ്പെടുന്നു, ദൈവത്തിന്റെ സഭയുടേതായിട്ടുള്ള പണിയിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കപ്പെടാം എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യ സഭയോട് പറയാണ്, കൊരിന്ത്യ ദേശത്ത് ആദ്യമായി കടന്നു വന്ന് സുവിശേഷം അവരോട് അറിയിച്ചു. ഒരു വലിയ അടിസ്ഥാനം താൻ ഇട്ടു. ഒരു ആർക്കിടെക്റ്റായിട്ട്, ഒരു ശില്പിയായിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം താൻ ഇട്ടിരിക്കുക. നമുക്കറിയാം, പഴയ കാലത്ത് ഇന്നത്തെ കൂട്ട് AI സിസ്റ്റംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ടെക്നോളജീസ് ഒന്നുമില്ല. പണ്ടൊക്കെ ഒരു പ്രൊജക്റ്റ് തീരണമെങ്കിൽ, ഒരു ഭവനം പണിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിന് ഒരുപാട് വർഷങ്ങളെടുക്കും. പ്രത്യേകിച്ച് നമുക്ക് പിരമിഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം, ഈജിപ്ഷ്യൻ പിരമിഡ്സ് ഒക്കെ അറിയാം. അതൊക്കെ ഒരുപാട് പതിറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഒരു പിരമിഡ്സിന്റെ ഒക്കെ പണി തീരുന്നത്. കാരണം താഴെ കിടക്കുന്ന കല്ലൊക്കെ മുകളിൽ എത്തിക്കുകയാണെന്നൊക്കെ പറയുന്നത്, അത് ചേർത്ത് പണിയുക എന്നൊക്കെ പറയുന്നത്, അതിനു വേണ്ടുന്ന ഇന്നത്തെ ക്രെയിനോ അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസ് ഒന്നുമില്ല. അതിനൊക്കെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, യു നോ. സി, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആർക്കിടെക്ട് ചിലപ്പോൾ ജീവനോട് ഇരിക്കത്തില്ല ഇതിന്റെ പണി കഴിയുമ്പോൾ. ഈ പണി തുടങ്ങിയവൻ ഒരിക്കലും ജീവനോട് ഇരിക്കത്തുണ്ടാകത്തില്ല, കാരണം അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പണി കഴിയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പ്രധാന ശില്പിയായിട്ട് ഇതിന് കല്ലിട്ടിരിക്കുക, അതിന് അടിസ്ഥാനം ഇട്ടിരിക്കുക. ഞാൻ എൻ്റെ പണി തീർത്തിട്ട് ഞാൻ പോവുകയാണ്, അതിൻ്റെ മേൽ മറ്റൊരാൾ പണിയാനായിട്ട് തുടങ്ങുകയാണ്. സ്തോത്രം. ഇവിടെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നതിന് കൂട്ട്, ക്രിസ്തു മൂലക്കല്ലായി അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്റെ മേൽ വിശുദ്ധ മന്ദിരമാകുന്ന സഭ പണിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം, കർത്താവ് സഭയെ പണിതെടുക്കുന്നുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് തരുവാനുള്ള, ഹല്ലേലൂയ, ദൈവവചനം നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തരുവാനുള്ള കൃപയുടെ വഴികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിന് ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. സഭ സ്ഥാപിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ ഉപയോഗിച്ചു. ഇനി ഇതിൻ്റെ മേലൊരു പണി നടക്കേണ്ടതായിട്ടുണ്ട്. ആ പണി ദൈവം ആരെയാണോ ഉപയോഗിക്കുന്നത് അതാത് സമയങ്ങളിൽ അവരാൽ ആ പണിയൊക്കെ നടത്തപ്പെടും. പക്ഷേ നിങ്ങൾ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും ഓർത്തുകൊള്ളണം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, 10 years ago, where were we? How were we? And 10 years gone so quickly, and where are we today? If the Lord delays his coming, another 10 years may come and go quickly. Where will we be after 10 years? 10 വർഷം കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ 10 വർഷം പോയത്. 10 വർഷത്തിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? ഈ കഴിഞ്ഞ വർഷം 10 വർഷങ്ങളിൽ പണിയുവാനുള്ള അവസരം ദൈവം നമുക്ക് തന്നു. നമ്മൾ പലരും പണിതു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ചില നേട്ടങ്ങൾ ഈ ഭൂമിയിൽ കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, ഇതൊക്കെയും ഞാൻ പണിത്. ദിസ് ഇസ് ഓൾ വേർ തിങ്സ് ഐ ഹാഡ് ബിൽറ്റ്. I spend time for, I spend money for, I spend my energy for and resources for, and this is the outcome. ഇതാണ് അതിന്റെ റിസൾട്ട്. എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ജീവിതത്തിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, സഹോദര സഹോദരി, നിന്റെ റിസൾട്ടാണ് ഈ അധ്വാനമെങ്കിൽ ഈ റിസൾട്ട് എന്നും നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഈ ദേശത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകുമ്പോൾ, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇതെന്നും നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു.
നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന let every man take heed how he builds thereupon. ചിന്തിച്ചു നോക്കണമേ സഹോദര സഹോദരി, ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ദിവസവും പെട്ടെന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് ചെയ്യുവാൻ കഴിയുന്ന പലതും ഒരു 4 വർഷം കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കതിന് റിസോഴ്സസ് ഉള്ളപ്പോൾ, അതിന് എനർജി ഉള്ളപ്പോൾ, അതിന് അവസരമുള്ളപ്പോൾ, സാഹചര്യങ്ങളുള്ളപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള പണിക്കാണ്? ഓരോരുത്തരും എങ്ങനെ പണിയുന്നുവെന്ന് സ്വയം ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ബിൽഡേഴ്സാണ്. വി ഓൾ ബിൽഡ്, വി ഓൾ ഹാവ് ബീൻ കോൾഡ് ടു ബിൽഡ്. ഇവിടെ ഇരിക്കുന്നവർ ആരും ചിന്തിക്കരുത് എനിക്കിതിനകത്ത് റോളൊന്നുമില്ലെന്ന്. ഇവിടെ രണ്ട് രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. 2 സീനാണ് കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ കാണിക്കുന്നത്. ഒന്നൊരു കൃഷിസ്ഥലത്തെ കുറിച്ചാണ് കാണിക്കുന്നത്, അല്ലേ? 6-ാമത്തെ വാക്യം മുതൽ നോക്കിയേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഒരു കൃഷിസ്ഥലത്തെ കുറിച്ച്, ഒരു ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. നടുന്നവനും നനയ്ക്കുന്നവനുമല്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്, അവനത്ര മഹത്വം കൊടുക്കേണ്ടത്. ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു വന്ന്, കൃഷിയെക്കുറിച്ച് പറഞ്ഞു വന്നത്, ഒരു വലിയ നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു വന്ന് നിർത്തിയിട്ട് അടുത്ത ഒരു ഫേസ് കാണിക്കുക, മറ്റൊരു സീൻ കാണിക്കുക. ഒരു ബിൽഡിംഗ് സൈറ്റ്, ഒരു വലിയ മന്ദിരം പണിയുന്ന ഒരു സൈറ്റ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു ബിൽഡിംഗ് സൈറ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാ ഉപയോഗമുള്ളവർ, ആരൊക്കെയാ ഉപയോഗമില്ലാത്തവർ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ ഒരു ആർക്കിടെക്ട് അവിടെ ഉണ്ട്, ഒരു കോൺട്രാക്ടർ ആദ്യമായിട്ട് അവിടെ ഉണ്ട്, ഒരു ആർക്കിടെക്ട് ഉണ്ട്. അതുമാത്രമല്ല, എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട്, അവിടെ മെയ്സൺസ് അവിടെ ഉണ്ട്, കാർപ്പൻറ്റേഴ്സ് അവിടെ ഉണ്ട്, ലേബേഴ്സ് അവിടെ ഉണ്ട്, പെയിന്റേഴ്സ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ അവിടെ. എത്ര പേരുടെ അധ്വാനം ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു ബിൽഡിംഗ് തീരുന്നത്. അതിനകത്ത് ചായ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്, അവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നവരുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഒരു മന്ദിരത്തെ ഫിസിക്കലായിട്ട് ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ സഭയിൽ എക്സാക്ട്ലി ദ സെയിം തിങ്. ദൈവത്തിൻ്റെ സഭ ദൈവം പണിതെടുക്കുന്നത് നമ്മളെ പലരെ ചേർത്താണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവസഭയിലായിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവസഭയുടെ പണിക്ക് അതാതിടങ്ങളിൽ നമ്മളെ വിളിച്ച വിളിപ്രകാരം ഉപയോഗിക്കപ്പെടുന്നവരാണ്. മറന്നു പോകരുത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സഭയുടെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എൻ്റെ ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ ഈ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ? ഇതിലേതെങ്കിലും ഒരു അവയവം, ഈ ശരീരത്തിന് അകത്തുള്ള ഏതെങ്കിലും ഒരു അവയവം ഈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് അകത്തുള്ള അവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസ് ആയിക്കൊള്ളട്ടെ, എക്സ്റ്റേണൽ ഓർഗൻസ് ആയിക്കൊള്ളട്ടെ, ഡസന്റ് മാറ്റർ വെദർ ഇറ്റ് ഈസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഈച്ച് ആൻഡ് എവറി ഓർഗൻ, നോ മാറ്റർ വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ബിഗ്, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അറിയാമോ? ഈ ശരീരത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, മറ്റൊരാളുടെ ശരീരത്തിന് വേണ്ടിയല്ല. എൻ്റെ കൈ മറ്റൊരാളുടെ ശരീരത്തിനെ സഹായിക്കുമായിരിക്കാം, പക്ഷെ പ്രവർത്തിക്കുന്നത് എൻ്റെ ശരീരത്തിന് വേണ്ടിയാണ്. സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഈ ലോക്കൽ സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന, ഈ പ്രാദേശിക സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പ്രാദേശിക സഭയെ പണിതെടുക്കാനാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് സ്വയം ശോധന ചെയ്യട്ടെ. ചിന്തിച്ചു നോക്കിക്കേ. ഏത് പണിയിലാണ് നമ്മൾ ഉത്സാഹം കാണിക്കുന്നത്? ഭൗതികമായി കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന, ഇന്നിട്ടിട്ട് കണ്ടിട്ട് നാളെ ഇട്ടിട്ട് പോകുന്ന, അല്ലെങ്കിൽ പണി തീർക്കുവാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഈ ഭൗതികമായ താൽക്കാലികമായ പണിക്ക് വേണ്ടി നിന്റെ സമയവും എനർജിയും പണവും എല്ലാം നീ ചെലവഴിച്ച് കളയുകയാണോ? അതോ കർത്താവ് വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വിളിയിൽ ഹല്ലേലൂയ നീ ഉത്സാഹത്തോടെ മടുപ്പില്ലാതെ എന്നും നിലനിൽക്കുന്ന ശ്രേഷ്ഠമേറിയ ദൈവരാജ്യത്തിന്റെ പണിയിൽ നീ ആയിരിക്കുകയാണോ? നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. മുന്നോട്ടുള്ള സമയം നമ്മൾ അതൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് സ്വയം ചിന്തിച്ച്. ടേക്ക് ഹീഡ് എന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ടേക്ക് ഹീഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് സ്പെഷ്യൽ അറ്റൻഷൻ. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ദാറ്റ് ഈസ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് സ്പീക്കിംഗ്. Listen to me very carefully. I want to tell you something. I want to bring to your attention something. I want to warn about something very, very seriously. So pay attention to me. That is what. നമ്മൾ കേൾക്കത്തില്ലേ, അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കത്തില്ലേ? യുവർ അറ്റൻഷൻ പ്ലീസ്. ഇവിടെ പ്ലീസ് എന്നുള്ള വാക്കല്ല കർത്താവ് പറയുന്നത്. പ്ലീസ് അറ്റൻഡ് ടു ഇറ്റ്. നിങ്ങളിത് ശ്രദ്ധിക്കുക.
താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് നോക്കിയേ. ഞാൻ 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനായിട്ട്, മുന്നോട്ടുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് സ്വയം നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന കാര്യത്തിൽ 4 വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ടത്, എൻ്റെ പണിയിൽ കർത്താവ് എനിക്കിനി മുന്നോട്ട് എത്ര കാലമുണ്ടെന്ന് അറിയത്തില്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയുടെ എത്ര ശതമാനം ഞാൻ തീർത്തെന്ന് അറിയത്തില്ല. ചിന്തിച്ചു നോക്കിയേ. This is something we need to be accountable before God. One day you and I have to stand before God. That is the time we need to pay attention. We need to pay an account to it. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണി തീർക്കാൻ, ആ പണിയുടെ എത്ര ശതമാനം നമ്മൾ തീർത്തു എന്നുള്ളത് ആർക്കറിയാം? കർത്താവിന് മാത്രമേ അറിയൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, മുന്നോട്ടുള്ള സമയം ഉത്സാഹത്തോടെ പണി ചെയ്യാമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയല്ലേ ചിലത് ചെയ്യുന്നത്? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കളിച്ചുകൊണ്ടൊക്കെ നടന്നിട്ട് എക്സാം ആകുന്ന പറഞ്ഞാൽ റിവൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരു 2-3 മാസം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, പക്ഷേ പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പഠിക്കും. എന്തിന്? വേസ്റ്റ് ചെയ്ത സമയം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. സഹോദര സഹോദരി, ആത്മീയ ജീവിതത്തിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു പരിധി വരെ. എങ്ങനെ? കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് വേസ്റ്റായി പോയെങ്കിൽ സഹോദര സഹോദരി, മുന്നോട്ടുള്ള കാലങ്ങൾ എത്രയെന്ന് അറിയത്തില്ലെങ്കിലും ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുക്കാൻ, കർത്താവേ, എൻ്റെ ജീവിതം, എൻ്റെ സമയമൊക്കെ ഞാൻ ഒത്തിരി വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട വഴികളിൽ കൊടുത്തില്ല. ഞാൻ നിന്നതൊക്കെയും വേസ്റ്റായി പോയി. ഈ താൽക്കാലികമായിട്ടുള്ള ലോകത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് തന്ന നന്മകൾ, എനിക്ക് തന്ന കാഴ്ചപ്പാടുകൾ, എനിക്ക് തന്ന റിസോഴ്സസ് ഒക്കെയും റോങ്ങായ രീതിയിൽ ഞാൻ ടീച്ച് ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൈസ പോക്കറ്റ് മണി കൊടുക്കുന്നതിൻ്റെ കൂട്ടാ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോക്കറ്റ് മണി കൊടുത്താൽ അവർ ഏതിനായിരിക്കും ആ പോക്കറ്റ് മണി യൂസ് ചെയ്യുന്നത്? നല്ല കാര്യത്തിനായിരിക്കുമോ, അതോ വെറുതെ വാങ്ങിച്ച് വായിലിട്ട് ചവച്ച് കളയുന്ന മുട്ടായിക്ക് വേണ്ടിയായിരിക്കുമോ? ചിന്തിച്ച് നോക്കി. എക്സാക്ട്ലി ദ സെയിം വേ നമുക്കൊരു തീരുമാനം ഇന്നെടുക്കാം. കർത്താവെ, മുന്നോട്ട് തരുന്ന സമയത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാനൊരു തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഉത്സാഹത്തോടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി, ഞാൻ ഈ ദേശത്ത് ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, അതിനെ തീർക്കുവാൻ എനിക്ക് കഴിയുമെങ്കിൽ അതിനെ തീർത്ത് സന്തോഷത്തോടെ അങ്ങനെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. 4 വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബിൽഡ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തൻ തൻ്റെ പണി എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നുവെങ്കിൽ, നമ്പർ 1, ബിൽഡ് വിത്ത് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. നാം പണിയുന്നുവെങ്കിൽ, ഇഫ് വി ആർ ബിൽഡിംഗ് സംതിങ്, ബിൽഡ് വിത്ത് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ബിൽഡ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻ. യഥാർത്ഥ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയണം. കാരണം അടിസ്ഥാനം ശരിയല്ലെങ്കിൽ പണിയൊക്കെ തീരാൻ നേരമായിരിക്കും എല്ലാം കൂടെ ക്രിമ്പിൾ ഡൗൺ ചെയ്യുന്നത്, എല്ലാം കൂടെ കൊളാപ്സ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബിൽഡിംഗ് സംതിങ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻ ഓർഡൈൻഡ് ബൈ ഗോഡ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന, ദൈവം കൽപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് നീ പണിതുകൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. നമ്പർ 3, ബിൽഡ് വിത്ത് ക്വാളിറ്റി മെറ്റീരിയൽസ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അമ്പരചുംബിയായി നിൽക്കുന്ന, എല്ലാവരെയും ആകർഷിച്ചിരുന്ന, എല്ലാവർക്കും പ്രയോജനമുണ്ടെന്ന് തോന്നിയ ഒരു ബിൽഡിംഗ് പെട്ടെന്ന് താഴേക്ക് വീണുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ഫൗണ്ടേഷൻ ഷേക്കിയായിരുന്നു, അതിൻ്റെ പ്രോപ്പർ അടിസ്ഥാനമില്ലായിരുന്നു ഒന്നത്. രണ്ടാമത്തെ റീസൺ, വെരി വീക്ക് ആൻഡ് ചീപ്പ് മെറ്റീരിയൽസ് കൊണ്ടത് പണിതതായിരിക്കും. ഇതാ 2 കാരണം, വേറൊരു കാരണവുമില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബിൽഡ് വിത്ത് ക്വാളിറ്റി മെറ്റീരിയൽസ്. ശരിയായ ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വേണം നിന്റെ പണി നടത്താൻ. ഇതാ 3-ാമത്തേത്. 4-ാമത്തേത്, ബിൽഡ് ടു പാസ് ദി ഇൻസ്പെക്ഷൻ. ബിൽഡിങ് കഴിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഈ പണിയുന്ന കാലമൊക്കെ നീ ഓർക്കണം, ഹല്ലേലൂയ, എൻ്റെ പണിയൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരുന്നുവെന്ന്. ആ ചിന്തയിൽ വേണം നീ പണി ചെയ്യുവാൻ. ആ ചിന്തയോടുകൂടി നീ പണി ചെയ്യുമ്പോൾ അതിൽ വെക്കുന്ന ഓരോ കല്ലുകളും, അതിലേക്ക് കോരി വെക്കുന്ന ഓരോ മോർട്ടറും, അതിനകത്ത് വെക്കുന്ന ഓരോ കാര്യങ്ങളും നീ വളരെ ശ്രദ്ധയോടെ ചെയ്യൂ. കാരണം ഇൻസ്പെക്ഷന്റെ സമയത്ത് ഇത് തള്ളിപ്പോകരുത്. ഈ 4 കാര്യങ്ങളാണ് മുന്നോട്ടുള്ള സമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ 4 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം ചെയ്യുന്ന പണി യഥാർത്ഥ പണിയാണോ എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്പർ 1, ബിൽഡ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. യഥാർത്ഥ ശരിയായ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഈ പണി ചെയ്യാൻ.
അനേകർ ഈ പണി ചെയ്യുന്നുണ്ട്, പക്ഷെ their motives are wrong. Their attitude is wrong. അവരുടെ മനോഭാവം തെറ്റാ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അനേകർ പണി ചെയ്യുന്നുണ്ട്. ചുറ്റുപാട് നോക്കിയേ, ഭയങ്കര പണിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ട്, കം വിത്ത് മീ ടു ദ ബിൽഡിംഗ് സൈറ്റ്. ഒരു ബിൽഡിംഗ് സൈറ്റിലേക്ക് ഒന്ന് വന്നേ. നിങ്ങൾ നോക്കിക്കഴിയാൽ നിങ്ങൾക്കറിയാം, ചിലർ ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്നവർ കാണും, ചിലർ മൊബൈൽ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നവർ കാണും, ചിലർ കുനിഞ്ഞു നിന്ന് അധ്വാനിക്കുന്നവർ കാണും, ചിലർ ഇരുന്ന് വിശ്രമിക്കുന്നവർ കാണും. ഒരു ബിൽഡിംഗ് സൈറ്റിലെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അതിനകത്ത് ശരിക്കും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും ഉണ്ടല്ലേ, പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഇത് തന്നെയാണ് സഭയിലേക്ക് നോക്കുമ്പോഴും. ഹല്ലേലൂയ. നമുക്കൊരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം. ഹല്ലേലൂയ. ഒരു പണി വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് യുവർ ബിൽഡിംഗ് ടു ബി സക്സസ്ഫുൾ, ഇഫ് യു വാണ്ട് യുവർ ഇഫോർട്ട്സ് ടു ബി സക്സസ്ഫുൾ, നമുക്കൊരു റൈറ്റ് ആറ്റിറ്റ്യൂഡാണ് ആദ്യം വരേണ്ടത്. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓരോരുത്തരും നോക്കിക്കൊള്ളണം എങ്ങനെ പണിയുന്നുവെന്ന്. ദാറ്റ് ഇസ് ആൻ ആറ്റിറ്റ്യൂഡ് ടോക്കിംഗ് അബൌട്ട്. നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും മനോഭാവം എന്തായിരിക്കണം? കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:16 പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അത് അദ്ദേഹത്തിൻ്റെ മനോഭാവമായിരുന്നു. എന്തിനാണ് അപ്പോസ്തലൻ എല്ലാം വിട്ടിട്ട് ഈ സുവിശേഷത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്? ഈ സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായത് എന്താണ്? ഈ സുവിശേഷത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുവാൻ, നിന്ന ചുമക്കുവാൻ, പരിഹാസം അനുഭവിക്കുവാൻ അവൻ തയ്യാറായത് എന്തായിരുന്നു? ദാറ്റ് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. എന്താണെന്നറിയാമോ? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഒരു വലിയ നിർബന്ധം എന്നെ ഏൽപ്പിച്ചിരിക്കുക. എനിക്കത് തീർക്കാതിരിക്കാൻ പറ്റത്തില്ല, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. Woe is unto me if I preach not the gospel. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിർബന്ധം നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ, നമുക്ക് ജോലിയിലൊക്കെ ഓരോ അസൈൻമെൻറ്റ് തരും അല്ലേ. ഇന്ന് ഇത് ചെയ്ത് തീർക്കണമെന്ന് അസൈൻമെൻറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എംപ്ലോയർ തന്നു കഴിഞ്ഞാൽ എത്ര പാടുപെട്ടും നമ്മളത് തീർത്തിട്ടേ പോകത്തുള്ളൂ. കാരണം എന്തെന്നറിയാമോ? നെസസിറ്റി ഈസ് ലെയ്ഡ് അപ്പോൺ us. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നിർബന്ധം കിടക്കുന്നയാളും നിർബന്ധമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരു വിഷയത്തിൻ്റെ മേൽ ആ നിർബന്ധമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തീർക്കാം. നമ്മൾ കാഷ്വലായിരിക്കും അല്ലേ. നമ്മളതിനെക്കുറിച്ച് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർക്കാം. പക്ഷെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ചെയ്യാതെ എനിക്ക് ഉറക്കമില്ല. കാരണം എന്നറിയാമോ? ഏത് തരത്തിലുള്ള നിർബന്ധമായിരിക്കണമോ എന്നറിയാമോ നമ്മുടെ മേൽ കിടക്കേണ്ടത്? ഹല്ലേലൂയ. എൻ്റെ ഈ ജീവകാലത്തിൽ എനിക്ക് ചെയ്തു തീർക്കുവാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ചിലതുണ്ട്. എനിക്കത് ചെയ്തു തീർത്തേ പറ്റൂ. കാരണം നാളെ എനിക്ക് സമയം കിട്ടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞിരിക്കുന്ന അലോട്ടഡ് ടൈം ഇന്ന് തീരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചിന്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോടെ എനിക്ക് വിശ്വസ്തതയുണ്ടാകൂ. മറന്നുപോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാം നോക്കിക്കോ, കർത്താവിൻ്റെ ദാസിമാരെ എല്ലാം നോക്കിക്കോ. അവരിൽ ഈ ശുഷ്കാന്തി ഉണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു. മനോഹരമായ 2 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിലേക്ക് കടന്നു വരും 2 ചരിത്ര പുസ്തകങ്ങളുണ്ട്. 2 ഹിസ്റ്റോറിക്കൽ ബുക്സ് ഉണ്ട് പഴയ നിയമത്തിലേക്ക് വന്നാൽ. 1 എസ്ര, 2 നെഹമ്യാവ്. നിങ്ങൾ എത്ര പേര് എസ്ര നെഹമ്യാവ് വായിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. എസ്ര നെഹമ്യാവ് എന്ന് പറയുന്നത് അവരുടെ ആ ശുഷ്കാന്തി നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ബാബിലോണിലേക്ക് ഇസ്രായേലിലെ ജനത്തെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമുണ്ട്. 70 വർഷം നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് അത് ബാബിലോണിയൻ ചക്രവർത്തി വന്ന് കൊണ്ടുപോയതാണ്. യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചിട്ട് BC 586 യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചിട്ട് ഹല്ലേലൂയ യെരുശലേമിലെ യഹൂദന്മാരെ തടവുകാരായിക്കൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. എന്നാൽ നിങ്ങൾക്ക് അറിയാമോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. AD 538 BC 538 എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പേർഷ്യക്കാര് ബാബിലോൺകാരെ തോൽപ്പിച്ചു. കോരസ് ചക്രവർത്തി എന്ത് ചെയ്തെന്നറിയാമോ? ഒരു വിളംബരം പുറപ്പെടുവിച്ച്. എന്തോന്നറിയാമോ? എവിടെ ഈ രാജ്യത്ത് തൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റും, അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ ചിന്തിച്ചു, തങ്ങൾക്ക് മടങ്ങി യെരുശലേമിലേക്ക് വരണമെന്ന്, തങ്ങൾക്ക് മടങ്ങി ഇസ്രായേലിലേക്ക് വരണമെന്ന്. അതിന് അദ്ദേഹം വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു ജനം, ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. എന്തിന്? ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി.
ഹല്ലേലൂയ. സെരുബ്ബാബേൽ വന്ന് ദേവാലയ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം പ്രതികൂലമായിരുന്നു. അവിടുത്തെ തദ്ദേശവാസികളൊക്കെ എതിർത്തിരുന്നു. കാരണം യെരുശലേം പിടിക്കപ്പെട്ടു, ദേവാലയം നശിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 70 വർഷമായിട്ട് യഹൂദന്മാർ ഇവിടെ ഇല്ല. കുറച്ച് യഹൂദന്മാർ അവിടെ ഇവിടെയും ചിതറിപ്പാർക്കുന്നുണ്ട്. അത് മുഴുവനും ജാതികൾ കയ്യേറി അവർക്ക് തോന്നുന്ന വഴിയിൽ ജീവിക്കുകയായിരുന്നു. അന്നേരമാണ് സെരുബ്ബാബേലും കുറച്ച് പടയാളികളും എല്ലാവരും കൂടെ ചക്രവർത്തി കോരശിന്റെ സൈറസിന്റെ ആ കൽപ്പന പ്രകാരം കടന്നു വന്നു. പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദേശവാസികളെല്ലാം എതിർത്തു. ഹല്ലേലൂയ. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവിക ദർശനം പ്രാപിച്ച സെരുബ്ബാബേലും കൂട്ടരും ധൈര്യത്തോടെ നിന്നുകൊണ്ട് ദൈവസഭയുടെ പണി, ആലയത്തിൻ്റെ പണി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ചുറ്റുപാടുമുള്ള എതിർപ്പുകളൊന്നും അവർ അവഗണിച്ചില്ല. കാരണം they came for a mission. ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തങ്ങൾക്ക് ഈ ആലയം പണിതു തീർത്തേ പറ്റൂ. എരിവുണ്ടായി, തീക്ഷ്ണതയുണ്ടായി. ദൈവസന്നിധിയിൽ അവർ ആശ്രയിച്ചു, ദൈവകൃപയിൽ ആശ്രയിച്ചു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശത്രുക്കളോട് പൊരുതി അവർ ദേവാലയത്തിൻ്റെ പണി, ഇടയ്ക്ക് ദേവാലയത്തിൻ്റെ പണി നിർത്തി. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോവുകയാണ്. ദേവാലയത്തിൻ്റെ പണി നിർത്തിയെങ്കിലും അത് രണ്ടാമത് അവർ തുടങ്ങിയിട്ട് ദേവാലയത്തിൻ്റെ പണി അവർ പൂർത്തീകരിച്ചു. നിങ്ങൾക്കറിയാമോ, വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ BC 448 എന്ത് ചെയ്തെന്നറിയാമോ? എസ്രായുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സംഘം യെരുശലേമിലേക്ക് വരികയാണ്. എന്തിനെന്നറിയാമോ? ഓൾറെഡി യെരുശലേമിലേക്ക് വന്ന യഹൂദന്മാരുടെ ആത്മീക കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി, അവരുടെ ആത്മീക കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, യഹോവയെങ്കിലേക്ക് അവരെ അടുപ്പിക്കുന്നതിന് വേണ്ടി ആലയത്തിന്റെ പണി കഴിഞ്ഞു. ഹല്ലേലൂയ. ആലയം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട് സമർപ്പിച്ച് ഒരു ജനത്തെ യഹോവയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി എസ്രയും ഒരു കൂട്ടരും കൂടെ വരികയാണ്. അതും ഹല്ലേലൂയ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു വലിയ ഉദ്ദേശവുമായിട്ട് പണിയുമായിട്ടാണ് വരുന്നത്. എന്തിന്? ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്ത പ്രേരണ. നമ്മൾ കേട്ടതുപോലെ സെരുബ്ബാബേലിന്റെ ഹൃദയത്തിൽ കൊടുത്ത പ്രേരണ, എസ്രായുടെ ഹൃദയത്തിൽ കൊടുത്ത പ്രേരണ, അങ്ങനെ അവർ കടന്നു വന്നു ആ പണി തീർക്കുവാൻ തക്കവണ്ണം. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, അവരുടെ പണി നടന്നു. വീണ്ടും ഒരു മൂന്നാമതൊരു ഗ്രൂപ്പ് വരികയാണ് നെഹമ്യാവിന്റെ കൂട്ടത്തിൽ. നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർത്തഹ്ശേരോസ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. ഹല്ലേലൂയ. നമുക്കതൊക്കെ മനസ്സിലാക്കും. നെഹമ്യാവിന്റെ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ കടന്നുപോയി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ മൊത്തം ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാകും. ഭാരം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിർബന്ധം, മുമ്പേ പറഞ്ഞ പോലെ നിർബന്ധം തന്റെ മേൽ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കമില്ല. അവൻ രാജാവിനോട് കൽപ്പന വാങ്ങിയിട്ട് അവൻ കടന്നു വരിക. എന്തിനെന്നറിയാമോ? ദേവാലയത്തിന്റെ ചുറ്റും ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ പുതുക്കി പണിയാൻ. ശ്രദ്ധിക്കണമേ, ദേവാലയം പണിയുന്നതിലല്ല, ജനത്തെ അവിടെ കൂട്ടുന്നതിലല്ല, അതിന് ചുറ്റും ഒരു മതിൽ കെട്ടി ദേവാലയത്തെയും ദൈവജനത്തെയും സൂക്ഷിക്കണം. അതിനുള്ള എരിവാണ് നെഹമ്യാവ് പ്രാപിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാൻ പറ്റും, നെഹമ്യാവ് കടന്നു വന്നപ്പോൾ ഈസി ആയിട്ടുള്ള ജീവിതമല്ല. അവനെതിരെ നിന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. സൻബല്ലത്തിനെ കുറിച്ച്, തോബിയാവിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവരെല്ലാം എതിർത്ത് നിന്നിട്ടും എരിവോടെ അവർ ദൈവസന്നിധിയിൽ നിന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു നിർബന്ധം അവരുടെ മേൽ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു നിർബന്ധമുണ്ടോ? ഈസ് എ നെസസിറ്റി ലെയ്ഡ് അപ്പോൺ യുവർ ലൈഫ്? ഇല്ല എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ പണിക്കായി കർത്താവ് വിളിച്ചിട്ടില്ല. നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. ദൈവത്തിൻ്റെ സഭയ്ക്കോ ദൈവരാജ്യത്തിനു വേണ്ടിയോ നിങ്ങളെ ഉപയോഗിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഏതെങ്കിലും ഒരു കോണില് ഒരു നിർബന്ധം കിടക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, ഇത് ഞാൻ ചെയ്തേ പറ്റൂ, ഇത് ഞാൻ ചെയ്തു തീർത്തേ പറ്റൂ എന്നൊരു ഉത്തരവാദിത്തം കിടക്കുന്നുവെങ്കിൽ, ഒരു ബോധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സഹോദര സഹോദരി, ഹല്ലേലൂയ, അതിനെ ഊതി കത്തിക്ക്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സെരുബ്ബാബേലിനെ കൊണ്ടോ എസ്രായെ കൊണ്ടോ നെഹമ്യാവിനെ കൊണ്ടോ ഒരു വലിയ പുതുക്കിപ്പണി യെരുശലേമിൽ നടത്തി ഒരു വലിയ ജനത്തെ കർത്താവ് മടക്കി കൊണ്ടുവന്ന് തന്റെ മഹത്വത്തിന് വേണ്ടി ലോകത്തിന്റെ മധ്യത്തിൽ നിർത്തിയതുപോലെ ഹല്ലേലൂയ, നിന്നിലൂടെ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ആ നിർബന്ധം അവൻ തന്നത്. പൗലോസ് പറയുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആ നിർബന്ധം ഹൃദയത്തിലുണ്ട്? ഒരു എരിവ് ഹൃദയത്തിന്റെ ഉള്ളിനകത്ത്, ഒരു എരിവ്. ഞാൻ ഇത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? ഇതെനിക്ക് ചെയ്യാതിരിക്കുവാൻ എങ്ങനെ കഴിയും? കഴിവില്ലെന്നുള്ളത് സത്യമാണ്. ബലഹീനതകൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അവസരങ്ങൾ ഒരുപക്ഷെ ഇല്ലെന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ എരിവുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ ആ ദാഹമുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ ആ കരച്ചിലുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ ആ ഹൃദയത്തിനകത്തൊരു തേങ്ങലുണ്ടോ? എൻ്റെ കർത്താവിനെ വിളിച്ചിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഹല്ലേലൂയ, ചിലപ്പോൾ സൂപ്പർവൈസ് ചെയ്യാനുള്ളതായിരിക്കും.
മേസന്റെ പണി ചെയ്യുവാനല്ലായിരിക്കും, കാർപ്പൻ്ററുടെ പണി ചെയ്യുവാനല്ലായിരിക്കാം, ഇലക്ട്രീഷ്യൻ്റെ പണി ചെയ്യുവാനല്ലായിരിക്കാം. ചിലപ്പോഴെന്തായിരിക്കും എന്നറിയാമോ? ആ സൈറ്റിലുള്ളവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ പൊടികൾ തൂത്തുകളയാനായിരിക്കും, അവിടെ എന്തെങ്കിലും വാഷ് ചെയ്യാനായിരിക്കും. ചെറിയ പണികളായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, ആ വലിയ പണിയിൽ നിന്നെയും സ്വർഗം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ബിൽഡിംഗ് സൈറ്റിലെ പണിയുടെ കൂട്ടല്ല. അവിടെ ചിലപ്പോൾ നിനക്ക് മാനമില്ലായിരിക്കാം, നിനക്ക് സ്ഥാനമില്ലായിരിക്കാം. ഇത് കർത്താവ് ഏൽപ്പിച്ച വേലയാണ്, ഓർക്കണമേ. അതിന് മാനമുണ്ട്, അതിന് സ്ഥാനമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കേൾക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് ഈ വേല ഏൽപ്പിക്കുന്നത് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ, നല്ല മനോഭാവമുള്ളവരെ ഏൽപ്പിക്കത്തുള്ളൂ, വിശ്വസ്തതയുള്ളവരെ ഏൽപ്പിക്കത്തുള്ളൂ. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്നൊരാൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ആ വ്യക്തിയെ ദൈവം തന്നെ പണി ഏൽപ്പിക്കത്തില്ല കേട്ടോ. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഇതിന് ചെയ്യാമെന്ന്. നിങ്ങൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ നോക്കാം. മോശയെ നോക്കിക്കേ, ഡാനിയലിനെ നോക്കിക്കേ, പഴയ നിയമത്തിലെ ഓരോ പ്രവാചകന്മാരെ നിങ്ങൾ നോക്കിക്കേ. അവരെയൊക്കെയും കർത്താവ് വിളിച്ചപ്പോൾ അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് നോക്കി. അവരുടെ ഹൃദയത്തിലൊക്കെ തീഷ്ണതയുണ്ടായിരുന്നു യഹോവയുടെ നാമത്തിൽ നിൽപ്പാൻ, യഹോവയ്ക്ക് വേണ്ടി നിൽപ്പാൻ. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിലേക്കൊന്ന് കടന്നു വന്നേ. ഓരോ മിഷണറിമാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. അവരൊക്കെ ഇവിടെ ഇംഗ്ലണ്ട് വിട്ടിട്ട് നാട്ടിലേക്ക് പോയവരുണ്ട്, ഇംഗ്ലണ്ട് വിട്ടിട്ട് ചൈനയിൽ പോയവരുണ്ട്, ആഫ്രിക്കയിൽ പോയവരുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ വന്നവരുണ്ട്. നിങ്ങൾ നോക്കിക്കേ. അവർ സ്വന്തം ദേശം വിട്ട്, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളെ വിട്ടിട്ട്, ഇവിടുത്തെ സമ്പന്നത വിട്ടിട്ട്, കൂട്ടുകാരെ വിട്ടിട്ട്, വീട്ടുകാരെ വിട്ടിട്ട്, നാട്ടുകാരെ വിട്ടിട്ട്, അറിയപ്പെടാത്ത ഒരു ദേശത്ത്, സംസ്കാരമില്ലാത്ത ദേശങ്ങളിൽ, എല്ലാ പ്രതികൂലങ്ങളുമുള്ള ദേശങ്ങളിൽ, പകർച്ചവ്യാധികളുള്ള ദേശങ്ങളിൽ, സാംക്രമിക രോഗങ്ങളുള്ള ദേശങ്ങളിൽ അവർ സകലതും മറന്നു പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ നിർബന്ധമുള്ള ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. നമുക്കെന്തുകൊണ്ടാണ് എപ്പോഴും ഉറക്കം വരുന്നത്? ദൈവത്തിൻ്റെ സഭയുടെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. ദുഷ്ടനാകുന്ന പിശാചിന്റെ അകത്തേക്ക് കടന്നു വരുന്നു. വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കേണ്ട സഹോദരി സഹോദരന്മാർ മന്ദത അനുഭവിച്ച് ഒതുങ്ങിക്കൂടുന്നത് കാണുമ്പോഴും നിനക്ക് ഭാരമില്ലാത്തതിന്റെ കാരണം എന്ത്? രാത്രിയുടെ സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രേരണ കിട്ടാത്തത് എന്താണെന്ന് അറിയാമോ? യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഒരു നല്ല മനോഭാവമില്ല. ഇവിടെ പറയുന്നു, ഓരോരുത്തരും എങ്ങനെ പണിയുന്നുവെന്ന് സ്വയം നോക്കിക്കൊള്ളട്ടെ. ആദ്യം മനസ്സിലാക്കേണ്ടത്, if you are build with the right attitude. Otherwise, your building won't be accepted. ഏറ്റവും അവസാനം പറഞ്ഞെന്താണെന്നറിയോ? that has to pass through an inspection. ആ ഇൻസ്പെക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് തള്ളിപ്പോകും. ഞാൻ നാട്ടിലൊരു ബിൽഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കൊച്ചിക്കടുത്താണെന്ന് തോന്നുന്നു. ആ ബിൽഡിങ് പണി കഴിഞ്ഞിട്ട് കുറേയേറെ വർഷങ്ങളായി. പണി തീരുന്നതിന് മുമ്പ് അതിൻ്റെ കോൺട്രാക്ടർക്ക് എന്തോ പറ്റി, അത് കമ്പനി ലിക്വിഡേറ്റഡ് ആയതാണെന്നോ അതോ കോൺട്രാക്ടർ മരിച്ചു പോയതാണെന്നൊന്നും അറിയത്തില്ല. അത് പണി തീർക്കാൻ പറ്റിയില്ല. പക്ഷേ ഓൾമോസ്റ്റ് 90+% അത് തീർത്തു. 90% കൂടുതൽ പണികളെല്ലാം തീർത്തതാണ്. അത് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ ചില പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാതെ ഇപ്പോൾ അവിടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കാടും പുള്ളും ഒക്കെ കടിച്ച് കിടക്കുക. എന്താണെന്നറിയാമോ? മുനിസിപ്പാലിറ്റി അതിന് അപ്രൂവൽ കൊടുക്കുന്നില്ല. പഴയ പേപ്പറാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊന്നും ഈ ബിൽഡർ, ഈ കോൺട്രാക്ടർ അത് ചെയ്തില്ല. എന്നാൽ വേറൊരാൾ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. കാരണം ഏതാണ്ട് അതിനകത്തൊക്കെ ചില കോൺട്രാക്ച്വൽ സംതിങ് ഉണ്ട്, ചില കമനൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. അതുകൊണ്ട് അത് അപ്രൂവൽ ഇല്ലാതെ കിടക്കുക. പണി തീർത്തതാണ് 90% കൂടുതൽ. സഹോദര സഹോദരി, 80 വയസ്സ് 90 വയസ്സ് വരെ നീ ലോകത്തിൽ പണിതും പണിതെന്നിരിക്കും. പക്ഷേ അപ്രൂവലിൻ്റെ ദിവസം, അംഗീകാരത്തിൻ്റെ ദിവസം, പരിശോധനയുടെ ദിവസം, നിന്റെ പണി തീക്കകത്തൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ആ പണിയുടെ ആ ശുദ്ധത വെളിപ്പെട്ടില്ല എങ്കിൽ താഴേക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഹല്ലേലൂയ, പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് തോറ്റുപോയെങ്കിൽ നിന്റെ പണിക്ക് പ്രയോജനമില്ലാതെ വരും. ഞാൻ ഈ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകും. അതാകുമ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം തന്നെ അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും.
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ദിസ് ഈസ് എ ഹോൾ കോണ്ടാക്സ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പരിശോധനയുടെ ദിവസം വരുന്നെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ റൈറ്റ് ആറ്റിറ്റ്യൂഡിലുള്ള പണി മാത്രമേ വിൽ ബി ടെസ്റ്റഡ് ത്രൂ ദ ഫയർ, പരിശോധനയിൽ പാസ്സാവത്തുള്ളൂ. ഞാനത് അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. ബിൽഡ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻ. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര വലിയ പണിയാണ് നീ ചെയ്തതെന്നെങ്കിലും, എത്ര മെഗാ വർക്കാണ് നീ ചെയ്തതെങ്കിലും, അതിൻ്റെ അടിസ്ഥാനം യേശുവിലല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എന്നോട് ചോദിക്കും, സഭ പിന്നെ യേശുവിൻ്റെ മേലല്ലേ പണിയുന്നത്, വേറെ എവിടെയാ? അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂതിനകത്ത് 5 സഭകളെയും കർത്താവ് ശാസിച്ചത് എന്തെന്നറിയാമോ? അവരുടെ ഫൗണ്ടേഷൻ യേശു അല്ലായിരുന്നു. അതുകൊണ്ടാണ്, ക്രിസ്തു അല്ലായിരുന്നു അവരുടെ ഫൗണ്ടേഷൻ. അവർ മറ്റു പലതിനുമായി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് ആ 5 സഭകളും ശാസിക്കപ്പെട്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യു കനോട്ട് ബിൽഡ് യുവർ വർക്ക് ഓൺ സം ഡോക്ട്രിൻസ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചില ഉപദേശങ്ങളിൽ നീ നിന്റെ സഭയെ പണിയുന്നുണ്ടാകാം, ചില പാരമ്പര്യങ്ങളിൽ നീ നിന്റെ സഭയെ പണിയുന്നുണ്ടാകാം, ചില തോന്നലുകളിൽ നീ നിന്റെ സഭയെ പണിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നീ നിന്റെ സഭയെ പണിയുന്നുണ്ടാകാം. ഇവിടെ പറയുന്നു, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലല്ലാതെ ആർക്കും പണിയുവാൻ കഴിയത്തില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഡോക്ട്രിൻ മാത്രം പോരാ. പലർക്ക് നല്ല ഡോക്ട്രിൻസ് ഉണ്ട്. പരീശന്മാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ദേ ഹാഡ് സൗണ്ട് ഡോക്ട്രിൻസ്, ബട്ട് ദ പ്രോബ്ലം ഈസ് ദിസ്, ദേ ഹാഡ് നോ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പരീശന്മാരുടെ പ്രശ്നം അതാണ്. ഹല്ലേലൂയ. അവരുടെ ഉപദേശങ്ങളൊക്കെ കൃത്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുപാടുമുള്ള പല കോൺഗ്രിഗേഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉപദേശങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷെ ഒരെണ്ണത്തിനും ജീവിതമില്ല. ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവെ, ഉപദേശങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഒന്ന് എനിക്കറിയാം, എനിക്ക് അങ്ങയുമായൊരു ബന്ധമുണ്ട്. എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ അങ്ങയോട് ചേർന്നാണ് നടക്കുന്നത്. ഞാൻ അങ്ങയെ ഭയപ്പെടുന്നു കർത്താവെ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുക. ഐ ആം വാക്കിംഗ് വിത്ത് യു ഓ ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കത് പറയാൻ പറ്റും? നമ്മുടെ പണി ക്രിസ്തുവിൽ അധിഷ്ഠിതമായ പണിയായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മറ്റു മതങ്ങൾക്കില്ലാത്ത പ്രത്യേകത, മറ്റു മതങ്ങളിലും സ്പിരിച്വാലിറ്റി ഉണ്ട് കേട്ടോ. ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല സ്പിരിച്വാലിറ്റി, ഈവൻ അതർ റിലീജിയൻസ് ഹാവ് സ്പിരിച്വാലിറ്റി. ബട്ട് ദ പ്രോബ്ലം ഈസ് ദിസ്, ദെയർ ഫൗണ്ടേഷൻ ഈസ് നോട്ട് ക്രൈസ്റ്റ്. ഇൻ്റർനെറ്റിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി വേഴ്സസ് അതർ റിലീജിയൻസ്. ക്രിസ്ത്യാനിറ്റിയും ക്രിസ്തു മതവും മറ്റു മതങ്ങളും എന്നുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിക്കാമെങ്കിൽ മനസ്സിലാകും വൈ ക്രിസ്ത്യാനിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി റിലീജിയൻസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലുള്ള മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യസ്തത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. ക്രിസ്തുവായിരിക്കണം നിന്റെ പണിയുടെ അടിസ്ഥാനം. നീ എന്തിനു ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഐ ലവ് മൈ ലോർഡ്, നത്തിങ് എൽസ്. അത് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാകാം, സഹോദരന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാകാം, സഹോദരിമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാകാം, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാകാം. വാട്ട് എവർ യു ഡു ഫോർ ദ ലോർഡ്, ഇറ്റ് മസ്റ്റ് കം ഔട്ട് ഓഫ് യുവർ ലവ് ഫോർ ദ ലോർഡ്, ലവ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്തതിനുള്ള പ്രത്യുപകാരമായിരിക്കണം അത്, മറ്റൊന്നുമായിരിക്കരുത്. നോ അതർ മോട്ടീവ്സ്. നമ്മുടെ ഫൗണ്ടേഷൻ ക്രിസ്തു ആയിരിക്കണം, നോട്ട് ക്രൈസ്റ്റ് പ്ലസ് സംതിങ്. ചിലർക്കൊണ്ട് ക്രിസ്തുവും പ്ലസ് സംതിങ്ങും, ക്രിസ്തു പ്ലസ് നത്തിങ്, ഓൺലി ക്രൈസ്റ്റ്. ഞാനിത് ചെയ്യുന്നത് എന്തിന്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ എനിക്കിത് ചെയ്യാതിരിക്കാൻ എങ്ങനെ കഴിയും? ക്രിസ്തുവാണ് എൻ്റെ അടിസ്ഥാനം. ക്രിസ്തു മാത്രമേ അടിസ്ഥാനമുള്ളൂ, അവിടെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. അവരെന്നോട് എന്ത് ചെയ്താലും, ഇവരെന്നോട് എന്ത് ചെയ്താലും, ഇവരെല്ലാം കൂടെ എന്നോട് എന്ത് ചെയ്താലും, ഐ ഡോണ്ട് കെയർ ദാറ്റ്, ബിക്കോസ് ഐ സീ ക്രൈസ്റ്റ്. ഐ ലിവ് ഫോർ ക്രൈസ്റ്റ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ അത് മാത്രമാണ് നോക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ പണിയിൽ ആ ഒരു പ്രിൻസിപ്പിൾ കടന്നു വന്നു കഴിഞ്ഞാൽ, ഐ ഡു ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് എൻ്റെ പണിയുടെ അടിസ്ഥാനം. പാട്ടുകാരൻ പാടുന്നില്ലേ, യേശുവൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ.
ശ്രദ്ധിച്ചേ, ക്രിസ്തു എൻ്റെ അടിസ്ഥാനമാണ്, യേശു എൻ്റെ അടിസ്ഥാനമാണ്. അത് പറയാനായിട്ട് കഴിയണം. യേശു മാത്രമേ അടിസ്ഥാനമാകാവൂ. പണിയുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ്. എന്തിന്? ഇഫ് യു വാണ്ട് ടു പാസ് ത്രൂ ദ ടെസ്റ്റ്. ഹല്ലേലൂയ. ഒന്ന്, ബിൽഡ് വിത്ത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. രണ്ട്, ബിൽഡ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻ. സമയം തീരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക, അല്ലെങ്കിൽ ലാസ്റ്റ് പറയാൻ സമയം കിട്ടാതെ വരും. ഹല്ലേലൂയ. നമുക്കറിയാം, ക്രിസ്തു ആയിരിക്കണം അടിസ്ഥാനം, ഉപദേശമായിരിക്കരുത്. ചിലർ ഉപദേശത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാ, യേശുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ചെറുതല്ലേ മതഭക്തന്മാരുണ്ട്. എന്തുവെന്നറിയാമോ? മതഭക്തന്മാർ കണ്ടിട്ടുണ്ട്, ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്നു, ഒരു പള്ളി പിടിക്കുന്നു, മറ്റേ പള്ളി പിടിക്കുന്നു, മതങ്ങൾ തമ്മിൽ അടിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ യേശുവിനെ കുറിച്ച് ഒരു വിഷയവുമില്ല. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ താല്പര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഉപദേശത്തിന് വേണ്ടിയാണ്. ഉപദേശത്തെ ആരും തൊട്ട് കളിക്കരുത്, അല്ലേ? അവരെ പറയുന്ന മതഭക്തരെന്നാണ് പറയുന്നത്, ഡിവോട്ടീസ് ഓഫ് റിലീജിയൻ. അവരെ വേറൊരു പേര് പറയാം, റിലീജിയസ് പീപ്പിൾ എന്ന് പറയാം. Religious people, I tell you, it is very, very dangerous to be a religious man without spirituality. Spirituality and religiosity are two different things. You can be religious, at the same time you cannot be spiritual. I tell you, spirituality is important, not religiosity. Many people are religious, but only a few are spiritual. ഹല്ലേലൂയ. സ്പിരിച്വൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കർത്താവ് നമുക്ക് അടിസ്ഥാനമായിരിക്കണം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. മൂന്നാമത്തെ പോയിന്റ് എന്തെന്നറിയാമോ? ബിൽഡ് വിത്ത് ക്വാളിറ്റി മെറ്റീരിയൽസ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ മൂന്നാം ക്രിസ്തുവിനെ അടിസ്ഥാനം, അത് എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി കിട്ടിയില്ലെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും, അല്ലേ? ഞാനൊരു സിമ്പിൾ ഒരു ടെസ്റ്റ് കൂടെ പറഞ്ഞിട്ടത് നിർത്താമല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് വചനങ്ങളെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ആകയാൽ എന്താ പറയുന്നത്? ആ വാക്യം ഒന്ന് എടുത്ത് നോക്കി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പർവ്വത പ്രസംഗം തീർത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്ന് 24-ാമത്തെ വാക്യം, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീണ് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ക്രിസ്തുവിൻ്റെ മേൽ പണിയുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മേൽ പണിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മേൽ പണിയുക. അതിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഞാൻ പറയുക, ക്രിസ്തു എൻ്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം എൻ്റെ അടിസ്ഥാനമായിരിക്കണം. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് പാറമേൽ വീട് പണിയുന്നവൻ. മുമ്പേ പറഞ്ഞിട്ട് ബുദ്ധിയുള്ള പണിക്കാരൻ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ പണിയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പണിയുക. ക്രിസ്തു കടന്നുപോയ വഴിയിലൂടെ ഞാൻ കടന്നു പോവുക. ക്രിസ്തു എന്തിനെ വെറുത്തുവോ ഞാൻ അതിനെ വെറുക്കുക. യേശു എന്തിനെ സ്നേഹിച്ചുവോ ഞാൻ അതിനെ സ്നേഹിക്കുക. അതാ യേശുവിൻ്റെ മാതൃകയാണെന്ന്, യേശുവിൻ്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞാൽ. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹി ഈസ് മൈ ഫൗണ്ടേഷൻ, ഹി ഈസ് മൈ റിസോഴ്സസ്, ഹി ഈസ് മൈ സ്ട്രീം, ഹി ഈസ് എവറിത്തിങ് ടു മീ. ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ ഹിം, ഐ ഡിപ്പെൻഡ് ഓൺ ഹിം. മൈ ലൈഫ് കംസ് ഫ്രം ഹിം ആൻഡ് ഐ കാൻ ലിവ് വിത്തൗട്ട് ഹിം. അതാണ് ക്രിസ്തു അടിസ്ഥാനമായി തീരുന്നത്. എല്ലാം അവനായി തീരുക. I hope now it is clarified. Hallelujah. Move on to the next point. Build with quality materials. ഇവിടെ നോക്കിക്കേ, നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭജനഭാഗം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ അടിസ്ഥാനത്തിൻ്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോല് എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നമ്മൾ ആദ്യം കേട്ടല്ലോ, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു ബിൽഡ് വിത്ത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു ബിൽഡ് വിത്ത് റൈറ്റ് ഫൗണ്ടേഷൻ. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതായത് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു ബിൽഡ് വിത്ത് റൈറ്റ് മെറ്റീരിയൽസ്. എന്താ റൈറ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? റൈറ്റ് മെറ്റീരിയൽസ് ഇല്ലാതെ പണിതാലും ഭംഗിയാണെന്ന് കാണിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പാലം പണിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പൊട്ടി വെള്ളത്തിൽ വീഴുന്ന കണ്ടിട്ടുണ്ടോ? അതാ ഇതിന് ബെസ്റ്റ് ഉദാഹരണം. ചീപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ച് സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ കളിപ്പീര് കാണിച്ച് വലിയ ലാഭമുണ്ടാക്കി
മറ്റുള്ളവരെല്ലാം കളിപ്പിക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കവാടമൊക്കെ വെച്ച് വലിയ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാൻ പറ്റും. പക്ഷേ 3 മാസം പോലും നിലനിൽക്കത്തില്ല. ഇവിടെ പറയുക, നിന്റെ പണി അങ്ങനത്തെ പണിയാണെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കുവാൻ ഇംപ്രസീവായിട്ടുള്ള പണിയാണ് നീ ചെയ്യുന്നതെങ്കിൽ, അത് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നീ ചെയ്യുന്നതെങ്കിൽ, അത് ദൈവസന്നിധിയിൽ വില പോകത്തില്ല. അതാ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇതിന് വില കൊടുക്കണം. നല്ല മെറ്റീരിയൽ വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും ദൈവമക്കളെ. എല്ലാ പണികളും നടക്കുന്ന കൂട്ടത്തിൽ ഈ പണിയും നടക്കട്ടെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ പണി അങ്ങനെ നടക്കുന്ന പണിയല്ല, ഈ പണി പ്രശ്നമുണ്ടാക്കുന്ന പണിയാണ്. കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് ദ ബെസ്റ്റ് മെറ്റീരിയൽ വാങ്ങിച്ച് തന്നെ ചെയ്യണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ബുദ്ധിയുള്ളവർ, നല്ല ബുദ്ധിയുള്ളവർ, നല്ല വയസ്സായിട്ടുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ നോക്കത്തില്ല. നോക്കുമോ? എല്ലാ മാസവും അത് മാറ്റുന്നതിനെക്കാട്ടും എത്ര നല്ലതാണ് കുറച്ച് പൈസ നല്ലപോലെ കൂടുതൽ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചാൽ കുറച്ച് കാലം നമുക്ക് നിലനിൽക്കുമല്ലോ, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? എന്തിന്? അത് നമ്മുടെ കാര്യമായതുകൊണ്ട്. കർത്താവിന് വേണ്ടി വില ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. പേ എ പ്രൈസ്, ഗെറ്റ് ദ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് ബിൽഡ് ഇറ്റ്. വില കൊടുത്ത് നല്ല വസ്തുക്കൾ വാങ്ങിച്ചിട്ട് പണിയണം. അതിൻ്റെ അർത്ഥം എന്താണ് സ്പിരിച്വലി സ്പീക്കിംഗ്? ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. പൊന്ന് വെള്ളി വിലയേറിയ കല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നു ഗോൾഡ്, സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. ഇത് മൂന്നിനും വില കൊടുക്കേണ്ട സാധനമാണ്, അല്ലേ? നമുക്കറിയാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇല്ലസ്ട്രേഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനാണെങ്കിൽ, ഞാൻ വലിയ പണി ചെയ്തു എന്ന് കാണിക്കാനാണെങ്കിൽ, ഞാൻ ചെയ്യുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് കാണിക്കുവാനാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചീപ്പ് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 പൗണ്ട് ഉണ്ടെങ്കിൽ 1000 പൗണ്ട് കൊണ്ട് എനിക്ക് എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റും, അല്ലേ? കുറച്ച് ടിമ്പർ പോയി കുറച്ച് മരങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൂട്ടിയിടാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിനോട് മരം, പുല്ല്, വൈക്കോല് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 1000 പൗണ്ട് കൊണ്ട്, 1000 പൗണ്ട് കൊണ്ട് എത്ര മരം എനിക്ക് വാങ്ങിക്കാൻ പറ്റും? എത്ര പുല്ലും വൈക്കോലും വാങ്ങിക്കാൻ പറ്റും, അല്ലേ? ഞാൻ അവിടെ ഏതെങ്കിലും ഒരു ഫാം ഹൗസിൽ പോയിട്ട് പറയാം, എനിക്ക് ഒരു 500 പൗണ്ടിൻ്റെ പുല്ല് വേണമെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ കൊണ്ടിടത്തില്ലേ? എന്തുമാത്രം കൊണ്ടിടും നിങ്ങളൊന്ന് പറഞ്ഞ്? ഈ കോമ്പൗണ്ട് നിറച്ച് പുല്ല് കൊണ്ട് നിറച്ചെടുക്കുക, അല്ലേ? കുറച്ച് തടിയും ഞാൻ വാങ്ങിച്ചിടുക, പുല്ല്, മരം, വൈക്കോല് ഇതെല്ലാം കൂടെ കൂട്ടിയിടുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം കാണത്തില്ല, മൊത്തം നിറഞ്ഞിരിക്കും. ആൾക്കാർ ചോദിക്കും, ഇതെന്താ ഈ കൂട്ടിയിട്ടേക്കുന്നത്? ഇവിടെ ഞാൻ വലിയൊരു പണി നടത്താൻ പോവാം. ആൾക്കാർ വിശ്വസിക്കും, ശരിയാ, ഇത്രയൊക്കെ സാധനങ്ങൾ മെറ്റീരിയൽ ഇറക്കിയിരിക്കുന്നില്ലേ, ഭയങ്കര പണി നടക്കാൻ പോവാ. എന്നാൽ ഈ 1000 പൗണ്ട് കൊടുത്തിട്ട് സ്വർണം വാങ്ങിച്ചാലോ എത്ര വരും? അതും പോട്ട് പ്രഷ്യസ് സ്റ്റോൺ വാങ്ങിച്ചാലോ, ഡയമണ്ടാണ് വാങ്ങിക്കുന്നെങ്കിൽ 1000 പൗണ്ടിന് ഡയമണ്ട് കിട്ടുമോ? കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ എത്രയും കിട്ടും? മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കണം 1000 പൗണ്ടിൻ്റെ ഡയമണ്ട് കാണണമെങ്കിൽ, അല്ലേ? നമ്മുടെ പോക്കറ്റിനകത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുപിടിക്കാൻ തന്നെ ഇട്ട് തപ്പേണ്ടി വരും. ഇവിടെ എവിടെയാണ് അവർ ഡയമണ്ട് കിടക്കുന്നത്? അത്രേ കിട്ടത്തുള്ളൂ 1000 പൗണ്ടിന്. ആരെങ്കിലും അറിയുമോ എൻ്റെ കയ്യിൽ 1000 പൗണ്ടിൻ്റെ ഡയമണ്ട് എൻ്റെ പോക്കറ്റിലുണ്ടെന്നുള്ളത്? ആരെങ്കിലും അറിയുമോ? പക്ഷേ 1000 പൗണ്ടിൻ്റെ പുല്ലും മരവും വൈക്കോലുമോ ലോകം മുഴുവനും കാണും. ഇതാ പലരുടെയും ക്രിസ്തീയ പണി. ചിലർ ചെയ്യുന്ന പണി ലോകത്തിൽ ആരും കാണത്തില്ല. രഹസ്യമായി കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തി പേഴ്സണൽ ലൈഫിൽ വിശുദ്ധിയോടെ സെൽഫ് ഡിനയലിൽ സ്വയത്തെ ത്യജിച്ച് കഷ്ടം സഹിച്ച് കർത്താവിന് വേണ്ടി നഷ്ടം സഹിച്ച് ആരുടെയും പ്രസാദത്തിന് വേണ്ടിയല്ലാതെ ആരെയും ഇംപ്രസ് ചെയ്യുവാനല്ലാതെ തൻ്റെ പിതാവിനെ മാത്രം തൻ്റെ രഹസ്യത്തിൽ കാണുന്ന തൻ്റെ കർത്താവിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി അവരധ്വാനിക്കുന്നത് ലോകമാരും കാണുന്നില്ല. എന്നാൽ ചിലരുണ്ട് ആകപ്പാടെ ഇച്ചിരിയുള്ളൂ. ആദ്യമായിട്ട് മുട്ടയിടുന്ന കോഴിയുടെ കൂട്ട് ഇട്ടേ എന്ന് പറഞ്ഞ് ലോകം മുഴുവനും കൂയിക്കൊണ്ട് നടക്കും. ഇട്ടതെന്തോ ഒരു പൂഞ്ഞാണ്ടി മുട്ട. അങ്ങനത്തെ ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനത്തെ ദൈവമക്കളുണ്ട്. നമ്മൾ പണിയുമ്പോൾ ഇതിലേതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ? ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദാറ്റ് വർക്ക് വിൽ നെവർ ബി ടെസ്റ്റഡ് ത്രൂ ഫയർ. അന്ത്യനാളിൽ മുമ്പേ വായിച്ചു കേട്ടതുപോലെ തീശോധന ചെയ്യുന്ന ദിവസം അത് കത്തിപ്പോവും. ഹല്ലേലൂയ. പുല്ലും മരവും വൈക്കോലും കൊണ്ടാണ് നീ പണിയുന്നതെങ്കിൽ ലോകത്തെ ഇമ്പ്രസ് ചെയ്യുവാൻ അനേകർ അങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്ന ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെഗാ വർക്ക്.
പലരുടെയും ഇൻവിറ്റേഷൻ അതാണ്, അനൗൺസ്മെൻറ്റുകൾ അതാണ്. താഴെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയും, ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ അയക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, ഈ അഡ്രസ്സിൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക. ദൈവത്തിൻ്റെ വേല നോർത്ത് ഇന്ത്യയിൽ സഫർ ചെയ്യുകയാണ് പണമില്ലാത്തത് കൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജോർജ് മുള്ളർ പറഞ്ഞൊരു കൊട്ടേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്തെന്നറിയാമോ? ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് സപ്ലൈ. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ വഴിയിൽ ചെയ്യുന്നുവെങ്കിൽ ദൈവം അതിന് സപ്ലൈ തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വേല മനുഷ്യൻ്റെ വഴിയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ അതിൻ്റെ സപ്ലൈ കണ്ടുപിടിക്കേണ്ടി വരും. ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് സപ്ലൈ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കർത്താവിൻ്റെ വേല പണിയിലാണോ? ഞാൻ മുമ്പേ പറഞ്ഞിട്ട് കൂട്ട്, ഇവിടെ ഇരിക്കുന്നവരാരും ചിന്തിക്കരുത് ഉള്ളി ശുശ്രൂഷകർ മാത്രമേ ഉള്ളൂ എന്നല്ല. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് ബിൽഡിംഗ് സൈറ്റില് എത്രയോ വേലകളുണ്ട്. അതുപോലെ ദൈവത്തിന്റെ സഭയുടെ പണിയിൽ ഉപയോഗിക്കപ്പെടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും. പക്ഷെ ഇവിടെ പറയുന്നു, ഇഫ് യു ആർ ഡൂയിങ് ഗോഡ്സ് വർക്ക് ഇൻ ഗോഡ്സ് വേ, ഹി ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേലുള്ള ദൈവകൃപ സ്വർഗം തന്നെ നിനക്ക് തരും. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി നിവർത്തിക്കുവാൻ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ നിർവഹിപ്പാൻ അതിനുവേണ്ട കൃപ സ്വർഗം തന്നെ നിനക്ക് തരും. നീ അത് രഹസ്യത്തിൽ ചെയ്യണം. ലോകത്തിൻ്റെ ഇംപ്രഷൻ വേണ്ട. കുറേ കാലങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നതിന് ശേഷം എൻ്റെ ജീവിതം ഫ്രീ ആയത്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലീസ് എനി സിംഗിൾ ഹ്യൂമൻ ബീയിങ് ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത്. ഈ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനെയും എനിക്ക് പ്രസാദിപ്പിക്കേണ്ട. ഈവൻ നോട്ട് മൈ വൈഫ്. എൻ്റെ ഭാര്യയെ പോലും പ്രസാദിപ്പിക്കാനല്ല ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. എനിക്കൊന്നു മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുക. ഐ ടെൽ യു, മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് പ്രിൻസിപ്പിൾ ആസ് യുവർ ഗൈഡൻസ്, ഐ ടെൽ യു, യുവർ ലൈഫ് വിൽ ചേഞ്ച്. മൈ ബ്രദർ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ബിൽഡിംഗ് ഗോഡ്സ് church or God's kingdom, that will change your life as well. നമ്മുടെ ജീവിതത്തെ മുഴുവനും അത് മാറ്റും. ഹല്ലേലൂയ. ഫൈൻഡ് ദ ബെസ്റ്റ് മെറ്റീരിയൽ. ഈ ലോക ജീവിതത്തിൽ നിനക്ക് ഏത് ബെസ്റ്റ്, എത്രമാത്രം ബെസ്റ്റായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ബെസ്റ്റായിട്ട് കൊടുക്ക, ആരെയും കാണിക്കാതെ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മണി, ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ ഓൺ ലൈഫ്. പൈസ കൊടുക്കുന്ന എളുപ്പം, പക്ഷേ ജീവിതം കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടത്, ഐ ബിസീച്ച് യു ബ്രദറൻ ബൈ ദ മെർസീസ് ഓഫ് ഗോഡ് ഓഫർ യുവർ ബോഡീസ് എ ലിവിങ് സാക്രിഫൈസ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താ? അല്ലയോ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. 1000 പൗണ്ട് കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം നില എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നിൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളിൽ പലർക്കും പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അല്ലേ? സഹോദര സഹോദരി, ഇതാ പറയുന്നത്, ബിൽഡ് വിത്ത് റൈറ്റ് മെറ്റീരിയൽസ്. കർത്താവ് നമ്മുടെ പണിയിലേക്ക് നോക്കുമ്പോൾ കർത്താവിന് കാണാൻ പറ്റും നമ്മുടെ നല്ല മെറ്റീരിയൽസ് കൊണ്ടാണോ പണിയുന്നതെന്ന്. അതോ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, നമ്മൾ വീടുകളിലൊക്കെ ഓരോ പണി ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ്. പക്ഷേ ഒരു പണിക്കാരനെ നിർത്തി ചോദിച്ചാൽ അവന് സമയം കിട്ടുമ്പോഴല്ല പണിയുന്നത്. അവൻ്റെ മേൽ മുമ്പേ പറഞ്ഞുകൊണ്ട് നിർബന്ധം കിടക്കുക, പണി തീർത്തേ പറ്റൂ. നമുക്ക് ആ നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് കുറച്ച് ചെയ്ത് അടുത്ത 10 വർഷം കൊണ്ട് തീർക്കാമെന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ വേല അങ്ങനെയല്ല. കർത്താവ് നോക്കുമ്പോഴറിയാം നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണെന്ന്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. എനിക്ക് അവൈലബിൾ ആയിരിക്കുന്ന ദ ബെസ്റ്റ്, എൻ്റെ ആയുസ്സിൻ്റെ ബെസ്റ്റ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ ബെസ്റ്റ്, എൻ്റെ ശബ്ദത്തിൻ്റെ ബെസ്റ്റ്, എൻ്റെ ജീവൻ്റെ ബെസ്റ്റ്, എൻ്റെ സമ്പത്തിൻ്റെ ബെസ്റ്റ്, എനിക്കുള്ള സകലത്തിൻ്റെയും ബെസ്റ്റ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പണിയും. എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വേല, അത് ഏത് വേലയും ആയിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ സഭയിൽ മുമ്പേ പറഞ്ഞതിന് കൂട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വേലകൾ ദൈവം തന്നിട്ടുണ്ട്. അത് ഡു ദ ബെസ്റ്റ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. വില കൊടുക്കാതെ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ, കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതായി വചനം, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി.
ദൈവരാജ്യം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? അതാണ് ഈ ആദ്യ സന്തോഷം എന്ന് പറയുന്നത്, ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. നമ്മളൊക്കെ സുവിശേഷം കേട്ട് കർത്താവിങ്കിലേക്ക് വന്ന ദിവസം ഒന്ന് ഓർത്തേ. സുവിശേഷത്തെക്കുറിച്ച് കേട്ടപ്പോൾ എന്തൊരു ആർത്തിയായിരുന്നു അല്ലേ, എന്തൊരാഗ്രഹമായിരുന്നു, എന്തൊക്കെ മിനിസ്ട്രിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഓടി ഓടി എല്ലാവരോടും പറയുമായിരുന്നു ഈ സന്തോഷത്തെക്കുറിച്ച്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒരു നിധി കണ്ടു. വയലെന്ന് പറയുന്ന ലോകമാണ്. ലോകത്തിന്റെ മധ്യത്തിൽ ഒരു നിധി കണ്ടു. വിലയില്ലാത്ത ലോകത്തിലുള്ള നിക്ഷേപങ്ങളുടെ മധ്യത്തിൽ വിലയുള്ള ഒരു നിക്ഷേപം അവൻ കണ്ടു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് മറച്ചു വെച്ചിട്ട് ഓടി ചെന്നിട്ട് ഈ ലോകത്തിൽ തനിക്കുള്ളതൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ഓടി വന്ന് ആ ചെറിയ പ്ലോട്ട് വാങ്ങി. ഒന്ന് ഓർത്ത് നോക്കിയോ, ഒത്തിരി റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന മനുഷ്യനാ, വണ്ടി ഉണ്ടായിരുന്ന മനുഷ്യനാ, ഒരുപാട് വണ്ടികളും റിയൽ എസ്റ്റേറ്റുകളും ഉള്ള മനുഷ്യൻ കോടാനുകോടി രൂപയ്ക്ക് ഇതെല്ലാം വിറ്റിട്ട് വന്ന് 1 സെന്റ് ഭൂമി വാങ്ങിച്ച് കോടി രൂപ കൊടുത്തിട്ട്. നാട്ടുകാർ കണ്ടിട്ട് അവനെ പറയും ഭോഷൻ എന്ന് പറയും അല്ലേ. ഇതെല്ലാം വിറ്റിട്ട് വേണ്ട അവൻ 1 സെന്റ് ഭൂമി വാങ്ങിച്ചെന്ന്. പക്ഷേ അവനറിയാം ഈ 1 സെന്റ് ഭൂമിക്കകത്തൊരു നിക്ഷേപം അവൻ കണ്ടേ. ട്രഷർ ഈസ് ഹിഡൻ ദെയർ. ഒരു വലിയ നിധി അവൻ കണ്ടു. താൻ വിറ്റതിനേക്കാൾ എത്രയോ ഇരട്ടി നേടുവാൻ കഴിയുള്ള ഒരു നിധിയാണ് ഈ 1 സെന്റ് ഭൂമിയിലിരുന്നതെന്ന് അവന് മനസ്സിലായി. ഇതാ സ്വർഗരാജ്യം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഹെറിറ്റൻസ് നിനക്ക് കിട്ടിയേക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡൻഷ്യൽസ് നിനക്ക് കിട്ടിയേക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നിനക്ക് കിട്ടിയേക്കാം. ഏറ്റവും ഉന്നതമായ ജോലി കിട്ടിയേക്കാം. മറ്റാർക്കും കിട്ടാത്ത ശമ്പളം നിനക്ക് കിട്ടിയേക്കാം. മറ്റാർക്കും കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ കിട്ടിയേക്കാം. പക്ഷെ ഒന്നോർക്കുക, അതൊക്കെ വെറും ക്ഷണികം മാത്രമാണ്. എന്നാൽ നിത്യമായി നിലനിൽക്കുന്ന സ്വർഗരാജ്യം അത് നീ കണ്ടിട്ട് ഇതിനെയൊക്കെയും നീ വേണ്ട എന്ന് വെച്ച് അതിൻ്റെ പിന്നാലെ നീ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ വ്യാപാരിയെ പോലെയാകും. നീ ലജ്ജിക്കേണ്ടതായിട്ട് വരത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും ധനവാൻ മരിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിലോട്ട് നോക്കിക്കേ. 10 മിനിറ്റ് കഴിഞ്ഞാൽ വരുന്നതെങ്കിൽ ആ പോക്കറ്റിലുള്ളതുകൂടെ ആരെങ്കിലും അടിച്ചെടുക്കും. പെട്ടിക്കകത്തിരിക്കുന്ന അല്ലെങ്കിൽ അടക്കാനായിട്ട് ഫ്യൂണറലിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഡെഡ് ബോഡിയുടെ പോക്കറ്റിലോട്ടൊന്ന് ഇട്ടേക്കുന്ന സ്യൂട്ടിൻ്റെ പോക്കറ്റിലോട്ടൊന്ന് തപ്പി നോക്കി എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോയെന്നറിയാം. ഒന്നുമില്ല. അരയെ കെട്ടിക്കൊണ്ട് നടന്ന താക്കോലിൻ്റെ കൂട്ടവും അതിനകത്ത് കാണത്തില്ല. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒന്നും കാണത്തില്ല. എന്തിന്? ബ്രിട്ടീഷ് പാസ്പോർട്ട് പോലും തന്നെ അവൻ്റെ പോക്കറ്റിൽ കാണത്തില്ല. ആകപ്പാടെ അവൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞാൽ നാണം മറയ്ക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് മാത്രമുണ്ട്. അതും ആരെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം. അതാ ഈ ലോകത്തിലെ ഏറ്റവും ധനവാൻ്റെ അവസ്ഥ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിൻ്റെയും അധികാരിയുടെയും അവസ്ഥ. ഈ ലോകം നേടിയത് മുഴുവൻ പോയി. ഈ ലോകത്ത് നേടിയത് മുഴുവനും പോയി. എന്നാൽ ഈ ലോകത്ത് താമസിക്കുമ്പോൾ തന്നെ ഈ നിക്ഷേപം ആരെങ്കിലും കണ്ട് ഹല്ലേലൂയ ഇതെല്ലാം വിറ്റിട്ട് അത് വാങ്ങാനുള്ള ആഗ്രഹം അതിൻ്റെ ഹൃദയത്തിൽ വേണ്ടതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ ഒരിക്കലും നീ ലജ്ജിപ്പാൻ കോണമിടയാകത്തില്ല. അതൊരിക്കലും നിനക്ക് നഷ്ടമാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നീ പോകുമ്പോൾ നീ അതുകൊണ്ടായിരിക്കും പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ അവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഇഫ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് ഇഫ് the sound is blown, if the whistle is blown and the Lord says come home, കർത്താവ് പറയാന്ന് വെച്ചോ, മോനെ നിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു, മോളെ നിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു, നീ മടങ്ങി വാന്ന് പറഞ്ഞാൽ ഡു യു ഹാവ് എനിത്തിങ് ഇൻ യുവർ ഹാൻഡ് ദാറ്റ് യു ക്യാൻ ടേക്ക് അവേ ഫ്രം ഹിയർ? ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങളരുത്. പുഴുവും തുരുമ്പും എടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വയ്ക്കുവേ. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നാം എന്ത് ചെയ്താലും സ്വർഗത്തിലെ അക്കൗണ്ടിൽ നമ്മുടെ നിക്ഷേപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ധൈര്യമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും, എനിക്ക് നിക്ഷേപം അവിടെ ഉണ്ടെന്നും പറഞ്ഞ്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സഹോദര സഹോദരി, സ്വർഗത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിനക്ക് എന്തെങ്കിലും നിക്ഷേപമുണ്ടോ? ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കിട്ടുന്ന പണമൊക്കെ നാട്ടിലെ മെയിൻ ലാൻഡുകളിൽ ബാങ്കിലേക്ക് അയക്കും. അവർക്ക് റിട്ടയർ ചെയ്താലും അവിടുന്ന് അറബി പറഞ്ഞു വിട്ടാലും അവർക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം എന്തോ, നാട്ടിലെ ബാങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അഥവാ ഗൾഫിൽ കിട്ടുന്ന പൈസ മുഴുവനും ഗൾഫിൽ അടിച്ച് പൊളിച്ച് റെസ്റ്റോറൻറ്റുകളിലും കയറി ഇറങ്ങി അവിടെ പബ്ബുകളിലുമൊക്കെ പോയി കുടിച്ച് ഇതൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം അറബി കയറ്റി വിടുകയാണെങ്കിൽ അവൻ എന്തോ പറഞ്ഞുകൊണ്ടാണ് നാട്ടിലോട്ട് ചെല്ലുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരും, താന്ന് പറഞ്ഞുകൊണ്ട്. സഹോദര സഹോദരി, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക.
ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ദിസ് ഇസ് നോട്ട് ആൻ ഈസി വേ. എ പ്രൈസ് നീഡ്സ് ടു ബി പെയ്ഡ്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവജനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എ പ്രൈസ് നീഡ്സ് ടു ബി പെയ്ഡ്. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ വിശ്വാസിയായിരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചത് ശിഷ്യനാകാനും ശിഷ്യയാകാനുമാണ്. ലാസ്റ്റ് നൈറ്റ് നമ്മൾ കേട്ടു ഗ്രേറ്റ് കമ്മീഷൻ, മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ 2 വാക്യങ്ങൾ നമ്മൾ കേട്ടു. ഭൂലോകത്തിലൊക്കെയും പോയി ഹല്ലേലൂയ സുവിശേഷം അറിയിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ സഹോദര സഹോദരി. ഹല്ലേലൂയ. ഒരു സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞായില്ല. ഹല്ലേലൂയ. ആ ഉദരത്തിനകത്ത് അല്ലെങ്കിൽ ആ ഗർഭിണിയുടെ വയറിനകത്തുള്ളത് ഒരു ഫീറ്റസ് മാത്രമാണ്, ഒരു ഭ്രൂണം മാത്രമാണ്. അത് കുഞ്ഞാകണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് കഴിഞ്ഞ് അതിൻ്റെ അവയവങ്ങളെല്ലാം വളർന്ന് അത് ഫുള്ളി ഗ്രോൺ ആകണം. എന്നിട്ടത് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ അതിനെ കുഞ്ഞെന്ന് വിളിക്കാൻ പറ്റൂ, അതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ. സുവിശേഷം ഒരു വ്യക്തി കേട്ട് ആ വ്യക്തി ഞാൻ ഈ സുവിശേഷം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിലൂടെ അവൻ കർത്താവിനെ ഫോളോ ചെയ്യുന്ന കർത്താവിന്റെ ശിഷ്യനായി മാറണം. അതാണ് ഗ്രേറ്റ് കമ്മീഷനിങ്. Until you and I become a disciple of Christ, until you and I become a true follower of Christ, you can never ever be called, we inherit the kingdom of God. ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. ശിഷ്യനായി തീരണം. കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ശിഷ്യയായി തീരണം. വിശ്വസിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. യേശു പാറസ്തീനിലാണ് ജനിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. യേശു കാൽവറിയിലാണ് മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. പലതും ഞാൻ വിശ്വസിക്കുന്നു പറയത്തില്ല. വാട്ട് ഈസ് ദി എവിഡൻസ് ദാറ്റ് യു ബിലീവ്? ടെൽ മീ മൈ ബ്രദർ, മൈ സിസ്റ്റർ, നീ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവ് നടന്ന പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, കർത്താവിന് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ത്യജിക്കുന്നത്, കർത്താവിനെ ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും അധികം കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ദാറ്റ് പ്രൂവ്സ് ദാറ്റ് ഐ ബിലീവ് ഇൻ ഹിം. അല്ലേ? ഈ ഇരിക്കുന്ന പെൺകുഞ്ഞ് അതിന്റെ അപ്പനെ വിശ്വസിക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്തെന്നറിയാമോ? അപ്പൻ എവിടൊക്കെ പോകാൻ വിളിച്ചാലും ആ മോള് അപ്പന്റെ കൂടെ പോകും. അതെന്റെ അപ്പനാന്ന് ഉറപ്പുണ്ട്. പക്ഷെ ആ മോളെ വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ, അവള് പോകത്തില്ല. That proves that she believes in his dad, in her dad. You understood what I say? When you and I say that I believe means that must be proved through some actions, some result. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതാ ലൂക്കോസ് 9:23, മാർക്ക് 8:36, മാത്യു 10:38, 16:24, ലൂക്കോസ് 14:27. Again, if anyone wishes to follow me, he has to deny himself, carry his cross daily and follow me. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ ദിനംതോറും അനുഗമിക്കട്ടെ. അതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് ലൂക്കോസിന് ശേഷം 14-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഹല്ലേലൂയ സഹോദരന്മാരെയും സഹോദരിമാരെയും ഭാര്യയെയും മക്കളെയും തനിക്കുള്ളതിനെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിനക്കത് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അവരെ കളയണമെന്നുള്ളതല്ല, അവരെ ഉപേക്ഷിക്കണമെന്നല്ല, അവരെക്കാൾ അധികം കർത്താവിനെ ഞാൻ സ്നേഹിക്കണം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ബിൽഡ് വിത്ത് റൈറ്റ് മെറ്റീരിയൽസ്. The last point. Build to pass the inspection. Hallelujah. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ആ ദിവസം തന്നെ അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ഒരു ദിവസം വരും, ഈ പണി തീരുന്ന ഒരു ദിവസം വരും. ആ ദിവസം എന്താണെന്നറിയാമോ? കർത്താവ് വിളിക്കുന്ന നാൾ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, എന്തോ ഒരു വിശ്രമമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ കർത്താവ് വരുന്ന നാൾ. Either of one thing will happen. ഇതിലൊരു കാര്യം നടക്കും. ഒന്നെങ്കിൽ കർത്താവിനെ വിളിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. അന്ന് നമ്മുടെ പണി തീരും. പിന്നീടാണ് ഈ ഇൻസ്പെക്ഷൻ ഡേ. ഇൻസ്പെക്ഷൻ ഡേയിൽ എന്തൊരു സ്ട്രെസ്സാണ് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. 90 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയുടെ ജീവിതത്തെ അസസ് ചെയ്യുന്ന നാളെന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവേ ഹല്ലേലൂയ, അങ്ങേ വളരെ ലേറ്റായിട്ടാണ് ഞാൻ അറിഞ്ഞത്, പക്ഷേ ഇന്ന് എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെയും തന്ന വെളിച്ചത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ ഉറപ്പുള്ള എത്ര പേര് ഇതിൻ്റെ മധ്യത്തിലുണ്ട്?
ഗോഡ് ഓവർലുക്സ് ദ ടൈം ഓഫ് ഇഗ്നോറൻസ്. അറിവില്ലായ്മയുടെ കാര്യങ്ങളെ അവൻ അലക്ഷ്യമാക്കത്തില്ല കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് എത്ര പേരെ കൊന്നതാണെന്നറിയാമോ? എത്രയോ പാവപ്പെട്ട വിശ്വാസികളെ കൊന്നതാണെന്നറിയാമോ അപ്പോസ്തലനായ പൗലോസ്? പക്ഷേ അത് അറിവില്ലായ്മയുടെ കാലങ്ങളാണ്, കർത്താവിനെ അറിയാത്ത കാലങ്ങളാണ്, ആ വെളിച്ചം ലഭിക്കാത്ത കാലങ്ങളാണ്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ജീവിതം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എന്നാൽ വെളിച്ചം ലഭിച്ചിന്ന് ഇനിയുള്ള ജീവിതം, മുന്നോട്ടുള്ള ജീവിതം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് തീർക്കരുത്. ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കരുത്. ഓരോ സുഖം നീ അനുഭവിക്കുമ്പോഴും ഓർക്കുക, യു ആർ ഡ്രിങ്കിങ് അനദർ ഡ്രോപ്പ് ഓഫ് പോയിസൺ. മൈ ചിൽഡ്രൻ, ലിസൺ ടു മീ. Listen to me. When you are enjoying every bit of this world, remember, you keep drinking the poison from this world. It will kill you. It will destroy your whole internal system. Stop drinking it. Stop drinking it. If I ask you to stop drinking poison, do you think that, uncle, it is too much? Don't tell me to do that. പറയുമോ നിങ്ങൾ? എൻ്റെ കുഞ്ഞെ, നീ വിഷം കുടിക്കരുതെന്ന് പറയുമ്പം ആരെങ്കിലും പറയുമോ, അങ്കിൾ അങ്ങനൊന്നും പറയരുത്, വിഷം കുടിക്കരുതെന്നൊന്നും പറയരുത്, ടൂ മച്ച് എന്ന് പറയുമോ? ഇല്ല, പറയില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കാണാൻ കണ്ണൊന്ന് തുറന്നാൽ മാത്രം മതി, ഇത് വിഷമാണ്. ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകത്തില്ല, ഏത് കുപ്പിയും എടുത്ത് കുഞ്ഞ് കുടിക്കും. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ ആ കുപ്പിയിൽ എഴുതിയിരിക്കുന്ന നോക്കിയേ നമ്മൾ കുടിക്കത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും പ്രായമായിട്ടില്ല. വി ആർ നോട്ട് മച്വേർഡ് സ്പിരിച്വലി സ്പീക്കിംഗ്. പരിശുദ്ധാത്മാവിനോട് പറ, കർത്താവേ, ആ സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണമേ. ബിൽഡ് ടു പാസ് ഇൻസ്പെക്ഷൻ. പരിശോധനയിൽ ജയിക്കുവാനായി പണിയുക. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇതായിരിക്കണം എൻ്റെ ഉള്ളിലുള്ള ചിന്ത. ഹല്ലേലൂയ. ലോകത്തിലുള്ള ആരെയും എന്നെ എനിക്ക് കളിപ്പിക്കാൻ പറ്റും. ഏത് കൗണ്ടർ ഫിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കും എനിക്ക് പണിയാൻ പറ്റും. ഏത് അടിസ്ഥാനത്തിന് മേലും പണിയാൻ പറ്റും. ഏത് മനോഭാവത്തോടെയും പണിയാൻ പറ്റും. പക്ഷേ ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ, എൻ്റെ പണി ശോധന ചെയ്യുന്ന ഒരു ദിവസം എൻ്റെ മുമ്പിലുണ്ടെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ, മുമ്പേ പറഞ്ഞ എല്ലാ പോയിന്റുകളും ദാറ്റ് ഓൾ വിൽ ഫോൾ ഇൻ പ്ലേസ്. അതെല്ലാം കറക്റ്റായിട്ടാകും. ഈ ഒരു ചിന്ത മാത്രം നമുക്ക് ഓർത്താൽ മതി. നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. ഈ ഭൂമിയിലുള്ള ജീവിതത്തെ ശോധന ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം അതിൻ്റെ ബി പാർട്ടിൽ എഴുതിയിരിക്കുന്നു, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ലഭിക്കും. നമ്മുടെ ഹൃദയത്തിലെ ഗുപ്തമായിരിക്കുന്ന, ഹിഡനായിരിക്കുന്ന രഹസ്യങ്ങളെ, ഇൻറ്റൻഷൻസിനെ കർത്താവ് വെളിപ്പെടുത്തി. എവറി സീക്രട്ട് മോട്ടീവ്സ് ദാറ്റ് വി ഹാഡ്, എവറി സീക്രട്ട് ഇൻറ്റൻഷൻസ് ദാറ്റ് വി ഹാഡ്, എവറിത്തിങ് വിൽ ബി എക്സ്പോസ്ഡ് ബൈ ഹിം ദാറ്റ് ഡേ. നമുക്കിവിടെ ആ പയസ്സായിട്ടൊക്കെ സ്പിരിച്വലായിട്ടൊക്കെ അപ്പിയർ ചെയ്യാൻ പറ്റും, ലുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടിവേഷൻസ് എന്തായിരുന്നു? ദൈവത്തിൻ്റെ സഭയുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ തോട്ട് ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ളതൊക്കെ എന്തായിരുന്നു? ഒരു സഹോദരനെ കാണുമ്പോൾ, ഒരു സഹോദരിയെ കാണുമ്പോൾ അവരെ ഉള്ളിൽ നമ്മൾ ജഡ്ജ് ചെയ്തത് എങ്ങനെയായിരുന്നു? അവരെ വിധിച്ചത് എങ്ങനെയായിരുന്നു? ഓരോന്നും വന്ന് വെളിപ്പെടുന്ന ഒരു നാൾ വരുന്നു. എവറി മോട്ടീവ്സ്, എവറി സീക്രട്ട് ഇൻറ്റൻഷൻസ് will be exposed and revealed that day. It will be a terrific day. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. കർത്താവെ, ഇത്ര നാളെ ഞാൻ ജീവിച്ചത് തെറ്റായ വഴിയിലൂടെയാണ്. മുമ്പേ പറഞ്ഞ പോലെ വഴികളൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് പണിഞ്ഞത്. മുമ്പേ പറഞ്ഞിട്ട് ഈ ടെമ്പറലായിട്ടുള്ളതാണ് ഞാൻ പണിതുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇറ്റേണലായിട്ടുള്ള ഒരു പണിയെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ അറിഞ്ഞുവെങ്കിലും ഞാനതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറ്റിപ്പോയ എല്ലാ ഫ്ലോസും കർത്താവ് ക്ഷമിക്കും, ഓവർലുക്ക് ചെയ്യും, റൈറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ഹി വിൽ സ്റ്റാർട്ട് എ ന്യൂ വർക്ക് ഇൻ അസ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ കൗണ്ടർ ഫീറ്റ് ഫേക്ക് ഗോൾഡ് പുട്ട് ഇൻ ടു ഫയർ. നമ്മുടെ നാട്ടിലെ വരവ് സ്വർണ്ണം ഉണ്ടല്ലോ, വരവ് സ്വർണ്ണം തീക്കാത്തിട്ടാൽ എന്താ പറ്റും? എല്ലാം കാണുമോ അതിനകത്ത്? പിന്നെ കാണുമോ? കാണത്തില്ല. പക്ഷേ ഒറിജിനൽ സ്വർണ്ണമായിരുന്നെങ്കിലോ ഒരു കുഴപ്പവും പറ്റത്തില്ല. അതൊന്നുകൂടെ ശോഭയോടെ പുറത്ത് വരും. അതാ നമ്മുടെ പണി തീക്കകത്തൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ വരും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകും. We all shall appear before the bema seat of Christ to give an account of what all we have done when we were in our bodies. നമ്മുടെ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാക്കളാണ് ദൈവസന്നിധി നിൽക്കേണ്ടി വരുന്നത്. ഈ ആത്മാവാണ് ഈ ശരീരത്തിൽ നിന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ചത് നമ്മളെ. അതാ അതിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം.
നമ്മുടെ ശരീരത്തിലിരുന്നപ്പോൾ നമ്മൾ ചെയ്തത് നല്ലതായാലും ചീത്തയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ മുന്നോട്ടുള്ള വാക്യങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. 14-15 വാക്യങ്ങൾ പറയുന്നു, ഒരുത്തൻ്റെ പണി പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. 14-ാമത്തെ വാക്യം, അവന് പ്രതിഫലം കിട്ടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനേക ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവർ പ്രതിഫലവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കും. അടുത്തൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. ഇതിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണമേ. ചിലരുണ്ട്, എന്താണെന്നറിയാമോ, ഒരു പ്രയോജനവുമില്ല, തങ്ങളുടെ ജീവിതം കൊണ്ട് ആർക്കും ദോഷമൊന്നും ചെയ്തില്ല, സഭയുടെ കോണിക്ക് വന്നൊരു വലിയ തെറ്റുകളോ പാപമോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ രക്ഷിക്കപ്പെടും, കർത്താവിൻ്റെ സന്നിധിയിലെത്തും, നരകത്തിലൊന്നും പോകത്തില്ല. പക്ഷേ എന്തുവാണെന്നറിയാമോ, വെറും കൈയോടെ അവിടെ നിൽക്കേണ്ടി വരും, ലജ്ജയോടെ നിൽക്കേണ്ടി വരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു ക്ലാസ്സിൽ 15 കുഞ്ഞുങ്ങളുണ്ടെന്ന് വെച്ചു, ഒരു വലിയ പ്രോഗ്രാം നടത്തി. ഈ 15 കുട്ടികളിൽ 14 പേര് ഓരോ പ്രോഗ്രാമിനകത്ത് അറ്റൻഡ് ചെയ്തിട്ട് എല്ലാവരും ജയിച്ചു. അവർക്കെല്ലാം ഓരോ ഗിഫ്റ്റും ട്രോഫിയും കിട്ടിക്കൊണ്ട് 14 പേര് മാറി നിൽക്കുക. ഒരാൾ മാത്രം അവിടെ ഇരിക്കുക എന്ന് വെച്ചു. ആ ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവസരം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിതൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഗിഫ്റ്റ് ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. ബാക്കി 14 കുട്ടികളും എല്ലാവരും ഗിഫ്റ്റ് ഉണ്ടായതല്ല, എല്ലാവരും ദേ ജസ്റ്റ് വെന്റ് ഫോർ എ ഗോ. അവരൊന്ന് ട്രൈ ചെയ്ത് ചിലക്കൊക്കെ കിട്ടി. അവർ ഗിഫ്റ്റ് വാങ്ങിച്ച് അവിടെ നിൽക്കുക, അറിവാട് വാങ്ങിച്ചുകൊണ്ട്. എന്നാൽ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുക. എന്തോ ഒരു ലജ്ജയാണ്. ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ലഭിച്ച അവസരങ്ങളെ നഷ്ടപ്പെടുത്തി. എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് എത്തിയാൽ മതി. അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്നവരാരും അങ്ങനെ ആവരുത്. നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റും. മുമ്പേ പറഞ്ഞ ബിൽഡിംഗ് സൈറ്റിനെ പോലെ എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സഭയുടെ പണിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വാക്യം കൂടെ 15-ാമത്തെ വാക്യം, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ എത്ര. തീയിൽ കൂടി എന്ന് പറഞ്ഞാൽ ഹി ഓൾസോ വിൽ ബി ടെസ്റ്റഡ് ത്രൂ ഫയർ. ഓട്ടോമാറ്റിക്കലി അവിടെ എത്തത്തില്ല കേട്ടോ, ജീവിതമില്ലെങ്കിൽ അവിടെ എത്തത്തില്ല. ഇറ്റ് ഈസ് ടെസ്റ്റഡ് ത്രൂ ഫയർ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാനതിലേക്ക് പോകുന്നില്ല. ടൈം ഇച്ചിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞാനതവിടെ നിർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ പകൽക്കാലം കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് നോക്കിക്കൊള്ളട്ടെ, താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ബട്ട് ലെറ്റ് എവരി മാൻ ടേക്ക് ഹീഡ് ഹൗ ഹി ബിൽഡ് ദെയർ അപ്പോൺ. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ എങ്ങനെ പണിയുന്നുവെന്ന്, ദൈവം തന്നിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന്, എന്തിനു വേണ്ടി അധ്വാനിക്കുന്നുവെന്ന് ഓരോരുത്തരും സ്വയം ശോധന ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.